क्या मैं वही पूछ के शुरू करूं? Are you all happy? നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണോ? प्रभु की उपस्थिति में हम खुश रहना जरूरी है. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുന്നവരായിരിക്കണം. जरा मुस्कुराइए. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം, कोई भी പുഞ്ചിരിച്ചുകൊണ്ടിരിക്കാം. परिस्थिति हो हमें खुश रहना है. നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുന്നവരായിരിക്കും. जैनसन ने वही वचन बता के अभी बंद किया ना. ജനസൻ ആ വചനം വായിച്ചുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞത്. Rejoice. സന്തോഷിക്കുക, ആനന്ദിക്കുക, Rejoice. ആനന്ദിക്കുക. Whatever the situation may be, rejoice. ഏത് അവസ്ഥയിലും നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കുക. आज जो भजन संगीता पढ़ा उसका पहले आयत में भी लिखा है. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ ആദ്യം എഴുതിയിരിക്കുന്നു, हमें परमेश्वर में खुश रहना है. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം. जो प्रभु में खुश रहते हैं ദൈവത്തിൽ സന്തോഷിക്കുന്നവർക്ക്, उसको एक स्पेशल ताकत होते है. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക ബലം ദൈവം കൊടുക്കുവാനിടയാണ്. Psalms number 21 का पहले आयत में क्या लिखा है जरा देख लीजिए. സങ്കീർത്തനം 21 ഒന്നാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. हे यहोवा, तेरी सामर्थ से राजा आनंदित होगा तेरी सामर्थ से राजा आनंदित होगा और तेरे किए हुए उद्धार से वो अति मगन होगा. बस. The യഹോവേ, king rejoices in your strength. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. In your strength. രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. राजा तेरे सामर्थ से आनंदित होगा. രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. मैं काफी बार इस भजन संगीता से बात किया है. അനേക പ്രാവശ്യം സംഘത്തിൽ കൂടി നമ്മൾ Psalms സംസാരിച്ചിട്ടുണ്ട്. number 20 and 21 connected दो भजन संगीताओं में. സങ്കീർത്തനം 28, 20-21 20-21 കണക്റ്റഡ് ആയിട്ടുള്ള സംഗീതം, थीमेटिकली कनेक्टेड है. തിമാറ്റിക്കലി കണക്റ്റഡ് ആണ് രണ്ടും. आपको ये मैंने काफी बार बता के दिया है. അനേക പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. 150 भजन संगीता वो സംഗീതം 150 इसको एक प्रत्येक रीति में ऑर्डर किया है. एक प्रत्येक रीति में उसको रखा है. ഈ സങ്കീർത്തനങ്ങളെല്ലാം ഒരു പ്രത്യേക ഓർഡറിലാണ് വെച്ചിരിക്കുന്നത്. उस काम के लिए परमेश्वर एस्रा जो शास्त्री को उपयोग किया है. അതിനുവേണ്ടി കർത്താവ് എസ്രാ ശാസ്ത്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. कुछ बातों आज जरूर एस्रा के बारे में भी बताने वाला है. എസ്രായെ പറ്റിയും ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. एस्रा शास्त्री का एक मेन उनका एक कंट्रीब्यूशन था. ये जो बाइबल थोरा एंड ओल्ड टेस्टामेंट उसको मतलब साथ में लाने का एक बहुत बड़ा इंपॉर्टेंट काम किया एक परमेश्वर का भक्त एस्रा. ഒരു കർത്താവിന്റെ ഭക്തനായ എക്സ്ട്രയുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ വചനങ്ങളെല്ലാം ചേർത്തിണക്കി വെച്ചിരിക്കുന്നത്. तो कौन सा भजन संगीता साथ में आना चाहिए वो सब कुछ स्टडी करके ये जो शास्त्री लोग किया है. ഏതെല്ലാം സങ്കീർത്തനങ്ങൾ ചേർന്ന് വരണം അതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നവരായിരുന്നു ഈ ശാസ്ത്രിമാര്. इसलिए जो साथ में जो भजन संगीत आता है ना उसमें कोई थीमेटिकल रिलेशन रहते हैं. അതുകൊണ്ട് ഒന്നിച്ചുള്ള ചില സങ്കീർത്തനങ്ങൾ, അടുത്ത് വരുന്ന സങ്കീർത്തനങ്ങളിൽ ചില ടിമാറ്റിക്കലായിട്ടുള്ള ഓർഡറിനനുസരിച്ചാണ് അവർ വെച്ചിരിക്കുന്നത്. पिछले कोई एक दिन में मैंने समथिंग हिसाब ही नहीं साउंड चिप बदल रहे. पिछले मैंने मॉनिटर से जाना नहीं, मॉनिटर में मुझे चाहिए. पिछले कोई मीटिंग में मुझे लग रहे अपना वसाई एरिया का प्रेयर सेल में मैंने Psalms number 27 पे बात किया था. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വസായിലെ പ്രേയർ സെല്ലിലെ മീറ്റിംഗിൽ ഞാൻ സങ്കീർത്തനം 27 നിന്നാണ് സംസാരിച്ചത്. उस भजन संगीता 27 में एक आयत है. ആ 27 സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്, मेरे दिल में परमेश्वर ने कहा परमेश्वर का चेहरा का खोजी बनो. കർത്താവിന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് എന്റെ ഹൃദയത്തിൽ പറയുന്നു. मेरे दिल के अंदर ऐसे अगुवाई मिला. എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന ലഭിച്ചിരിക്കും, കർത്താവിന്റെ മുഖം അന്വേഷിക്കാൻ. परमेश्वर का चेहरा का खोजी बनो. കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നവരായി മാറുക. आपको जानते हैं उसका 2 भजन संगीता पहले അതിന്റെ 2 സങ്കീർത്തനത്തിന് മുൻപേ Psalms number 24 में भी बताया है സങ്കീർത്തനം 24 പറയുന്നു, परमेश्वर का चेहरा का खोजी बनो. കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നവരാകുവിൻ. This is the generation. ഇതാണ് ആ തലമുറ, Those who are ready to seek the face of God. കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന തലമുറ. ये ही है उस जो पीढ़ी ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, परमेश्वर का चेहरा का खोजी बनने के लिए तैयार है. കർത്താവിന്റെ മുഖം അന്വേഷിക്കാൻ തയ്യാറാകുന്ന തലമുറ ഇതാണ്. मेरे जीवन में बहुत मुझे स्पर्शन किया एक आयत है वो. എന്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു വാക്യമാണത്. Such is the generation of those who seek him. കർത്താവിന്റെ മുഖത്തെ അന്വേഷിക്കുന്ന ഒരു Or തലമുറ. we can say this is the generation those who are ready to seek the face of God. നമുക്ക് വേണേ പറയാം ഇതാണ് ആ തലമുറ കർത്താവിന്റെ മുഖത്തെ അന്വേഷിക്കുന്നത്. 2009 में
2009 सितंबर महीने का पहले हफ्ते, സെപ്റ്റംബർ മാസത്തിന്റെ ആദ്യത്തെ सैटरडे ആഴ്ചയില് एंड संडे, സാറ്റർഡേ സൺഡേയില് एग्जैक्ट डेट मेरा मेमोरी में नहीं है, കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. अगस्त 2009, अगस्त लास्ट एंड सितंबर फर्स्ट वीक. ഓഗസ്റ്റ് 2009 ഫസ്റ്റ് വീക്കിൽ That was a special time of encounter in my life. അതിന്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ എൻകൗണ്ടറിന്റെ ടൈം. मैंने उस समय में इसे सोचते था, ഞാൻ ആ സമയം ഇങ്ങനെ ചിന്തിച്ചിരുന്നു. एक मतलब आत्मिक रूप में बहुत हम कह सकते स्पिरिचुअल डी के बहुत कलीसिया के अंदर हो रहे स्पिरिचुअल वर्ल्ड. हालेलुया. ആത്മീയമായ ഒരു വരണ്ട അവസ്ഥ ഓരോ സഭയിലും ആത്മീയ തലത്തിലും ഒക്കെ നടക്കുന്നു എന്ന വലിയ സമയം. पीढ़ी के बारे में कोई उम्मीद नहीं है. പുതിയ തലമുറയെ പറ്റി ഒരു പ്രതീക്ഷയില്ലാത്ത സമയം. यंग पीपल, नवजवानों परमेश्वर से दूर चला जा रहे. യുവ ചെറുപ്പക്കാര് ദൈവസന്നിധിയിൽ നിന്ന് ദൂരത്ത് ജീവിക്കുന്നു. हम हमेशा इसे प्रार्थना करने का समय में कहते हैं ना, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, बहुत बिगड़े हुए एक पीढ़ी के बीच में हम जी रहे. വളരെ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. मेरा कंसेप्ट भी ऐसे था. എന്റെ കൺസേണും അങ്ങനെ തന്നെയായിരുന്നു. लेकिन 2009 में എന്നാൽ 2009 उस सैटरडे रात को ആ ഒരു സാറ്റർഡേ രാത്രിയില് अराउंड 2 o'clock उन्होंने व्यक्तिगत रूप में मुझसे बात किया. രാത്രി 2 മണി സമയത്ത് കർത്താവ് വ്യക്തിപരമായി എന്നോട് उन्होंने സംസാരിക്കുകയും मुझे कहा, ദൈവം എന്നോട് പറഞ്ഞു, you are living in the best time of history. ഈ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് നീ इतिहास ജീവിക്കുന്നത്. का सबसे खूबसूरत समय में हम जी रहे. ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? देखो चारों तरफ समस्या होगा, നാല് ചുറ്റും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, चैलेंजेस होगा. വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം. कभी कभी हमें ऐसे लगेगा कैसे जिएगा इस जमाने में. നമ്മൾ ചിന്തിക്കും പലപ്പോഴും, കർത്താവേ ഈ കാലത്ത് ഞാൻ എങ്ങനെ ജീവിക്കും? बहुत चैलेंजेस है, ഒത്തിരി വെല്ലുവിളികള്, बहुत चैलेंजेस. ധാരാളം വെല്ലുവിളികൾ. उस चैलेंजेस का कारण से ആ വെല്ലുവിളി നിമിത്തം काफी लोग मानसिक रूप में उनका संतुलन खो गया अवस्था में है. അനേകരുടെ മാനസികമായ അവസ്ഥ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. Some people, those who do not have job, they are facing issues. ജോലിയില്ലാത്തവർ ഒരു പലതുമായ പ്രശ്നങ്ങൾ നേരിടുന്നു. नौकरी नहीं है इसलिए दुखी है. ജോലിയില്ലാത്തതുകൊണ്ട് അവർ कुछ लोगों ദുഃഖിച്ചിരിക്കുന്നു. का फैमिली में प्रॉब्लम्स, फैमिली प्रॉब्लम्स, ചിലർക്ക് അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്. शादी होने का इंतजार में. ചിലർ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. जैसे जेनसन कहा, ജനസം പറഞ്ഞതുപോലെ 60 लोग साथ में एक कोर्स ज्वाइन किया. 60 പേര് ഒന്നിച്ച് ഒരു കോഴ്സ് ചെയ്ത And most of them, they got deviated from their destination. അവരുടേതായ ഡെസ്റ്റിനേഷൻ പലരും മാറിപ്പോകും. Only few left back. കുറച്ചു പേര് इसका മാത്രം. कारण क्या है? अपॉर्चुनिटी बहुत कम है. അതിന്റെ കാരണം എന്താണ്? അവർക്കുള്ള അവസരം इधर रुकेगा കുറവായതുകൊണ്ട് तो इधर कुछ नहीं मिलेगा. ഇവിടെ ഒന്നും ലഭിക്കുന്നില്ല. सो ये सब सामना जब करेगा ना लोग, है ना, इतना प्रेशर को सामना करेगा, डिप्रेशन आएगा, निराशा आएगा, सब स्वाभाविक रूप में होते हैं. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അവർ നേരിടുമ്പോൾ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഡിപ്രഷൻ, ഇങ്ങനെയുള്ള പലവിധമായ പ്രശ്നങ്ങൾ കാണുന്നവരുടെയാണ്. चारों तरफ देखेगा तो दिस वर्ल्ड, अभी के जो सिचुएशंस, परिस्थिति उतना मतलब एक सूटेबल परिस्थिति नहीं है. ലോകത്തില് നമ്മൾ നാല് ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഒരു നല്ല ഒരു പരിസ്ഥിതി അല്ല നമ്മൾ And കാണുന്നത്. why I said that we are living in the best time of history? പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല സമയത്താണ് क्योंकि प्रभु ने ജീവിക്കുന്നത്? मुझे ऐसे कहा. കാരണം ദൈവം എന്നോട് പ്രകാരം मेरा പറഞ്ഞു. बचपन का एक सोच ऐसे था, എന്റെ ചെറുപ്പ സമയത്ത് ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു, अगर 2000 साल पहले यीशु जब इस धरती में अवतार हो गए, उस समय में मुझे जीने का मौका मिलते तो 2000 വർഷം മുമ്പ് യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ആ സമയത്ത് ജീവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നത് मैं मेरा നന്നായിരുന്നു. यीशु को मिल सकते था, അങ്ങനെയെങ്കിൽ എനിക്ക് എന്റെ യേശു കർത്താവിനെ उनके साथ കാണാമായിരുന്നു, में चल सकते था, യേശുവിന്റെ കൂടെ उस നടക്കാമായിരുന്നു, चिन्ह और चमत्कारों में देख पाते ആ അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് കാണാമായിരുന്നു. दैट वाज माय एक मेरा एक ऐसे एक सोच था मेरा. എന്റെ ചെറുപ്പത്തെ ഒരു ചിന്ത मैंने ആഗ്രഹമായിരുന്നു. ऐसे सोचा था, मैं गलत समय में मेरा जन्म हो गया. इतिहास का I am born in the wrong time of history. ഞാൻ പലപ്പോഴും ചിന്തിക്കും ചരിത്രത്തിന്റെ തെറ്റായ സമയത്താണ് ഞാൻ ജനിച്ചത്. So but on that night 2009 എന്നാൽ 2009 നൈറ്റില് September first Saturday, സെപ്റ്റംബറിലെ ഒരു സാറ്റർഡേയില് I had an unusual encounter. എന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാനിടയായി. एक नींद नहीं है वैसे रात. ഒരു ഉറക്കമില്ലാത്ത രാത്രി. उस रात को प्रभु ने स्पष्ट रूप से मुझे बात किया. ആ രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് I heard എന്നോട് the voice of സംസാരിച്ചു. God. ഞാൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനിടയായി. I was not sleeping. എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. I said that I was going through an encounter. ഞാൻ ഒരു എൻകൗണ്ടറിൽ കൂടി रात കടന്നുപോയെന്ന് को ഞാൻ प्रभु ने പറഞ്ഞു. मुझे कहा,
ആരാധ്യ ദേവനോട് दिस പറഞ്ഞു, इज द जनरेशन, ഇതാണ് ആ തലമുറ, यही है वो जो पीढ़ी, ഇതാണ് ആ തലമുറ, जो परमेश्वर का चेहरा ढूंढने वाला पीढ़ी। ദൈവത്തിന് മുഖം അന്വേഷിക്കുന്ന തലമുറ ഇതാണ്. प्रभु मेरा कंसेप्ट को पूरा बदल दिया। ദൈവം എന്റെ ചിന്താഗതികളെല്ലാം എടുത്ത് उस दिन മാറ്റുവാനിടയായി. तक मैंने सोचा അന്നുവരെ ഞാൻ इतिहास का ചിന്തിച്ചത് सबसे बुरे समय में मैं जी रही, ചരിത്രത്തിലെ ഏറ്റവും അഴുക്കായ സമയത്താണ് एक बिगड़े हुए ജീവിക്കുന്നത്. पीढ़ियों का बीच में मैं जी रही। ഒരു വഷളത നിറഞ്ഞ തലമുറയുടെ നടുവിലാണ് लेकिन उस दिन ജീവിക്കുന്നത്. रात को प्रभु का आत्मा मुझे कहा, എന്നാൽ അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് ऐसे പറഞ്ഞു, नहीं है बेटा। അങ്ങനെയല്ല. पहले शतक में जिस पीढ़ी सबसे इतिहास का सबसे धन्य, सबसे भाग्यशाली पीढ़ी था, पहले शतक का जो पीढ़ी, ആദ്യ നൂറ്റാണ്ടിലെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിരുന്നു. जिनको मौका मिला यीशु जिस जमाने में धरती में उसका चरणों छुआ, उस जमाने में जीने के लिए, യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിച്ച തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. लेकिन उस पीढ़ी എന്നാൽ ആ തലമുറ यीशु को स्वीकार किया नहीं। അവർ യേശുവിനെ സ്വീകരിച്ചില്ല. यीशु खुद पूछा, യേശു അവരോട് इस ചോദിച്ചു, पीढ़ी को मैं किसके साथ में तुलना ഈ करूं? തലമുറയെ ഞാൻ എന്തിനോട് हाँ, ഉപമിക്കേണ്ടത്? यीशु ने खुद पूछा യേശു അവരോട് और यीशु ചോദിച്ച ने ചോദ്യമാണ്. कहा, യേശു പറഞ്ഞു, हम तेरे लिए गाया, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി तुम പാടി, साथ में नाचा नहीं। നിങ്ങൾ നൃത്തം ചെയ്തില്ല. मतलब यीशु का टून के लिए नहीं नाचने वाला एक पीढ़ी। അതിന്റെ അർത്ഥം യേശുവിന്റേതായ ആ പാട്ടിന് നൃത്തം ചെയ്യാത്ത തലമുറ. हालेलुया। ഹല്ലേലൂയ. लेकिन प्रभु ने मुझे कहा, എന്നാൽ ദൈവം എന്നോട് उसी സംസാരിച്ചു, पीढ़ी ആ തലമുറ यीशु को इनकार करने का वजह से, യേശുവിനെ നിരസിച്ചത് കൊണ്ട്, यीशु को क्रूसित करने का वजह से യേശുവിനെ ഒരു ക്രൂശിക്ക് एक ഏൽപ്പിച്ചുകൊണ്ട് श्रापित पीढ़ी बन गई। അവരെ ഒരു ആ തലമുറ ഒരു That ശാപഗ്രസ്തമായി generation തീർന്നു. became a cursed ആ generation. തലമുറ ഒരു Just ശാപഗ്രസ്തമായി rejecting തീർന്നു. Jesus. അവർ യേശുവിനെ प्रभु ने തള്ളിപ്പറഞ്ഞതുകൊണ്ട് मुझे कहा, अगर तुम उस जमाने में तेरा जन्म होते तो ദൈവം എന്നോട് പറഞ്ഞു, ആ തലമുറ നീ तुम ജീവിച്ചിരുന്നെങ്കിൽ भी चिल्लाने वाला था, നീ ഉറക്ക വിളിച്ച് उसको क्रूसित करो। പറയുമായിരുന്നു, അവനെ ക്രൂശിക്കുക, तेरे हाथ में भी एक ക്രൂശിക്കുക. पत्थर होने वाला നിന്റെ था, കരങ്ങളിൽ ഒരു यीशु കല്ലുണ്ടായിരിക്കും की ओर फेंकने के लिए। യേശുവിലേക്ക് എറിയുവാൻ വേണ്ടി. सो उस पीढ़ी सबसे सबसे बड़ा मौका मिला पीढ़ी है, ആ തലമുറ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അവസരം ലഭിച്ച തലമുറയാണ്. लेकिन यीशु को इनकार करने का वजह से എന്നാൽ യേശുവിനെ ഒരു നിരസിച്ചത് इतिहास കൊണ്ട് का सबसे श्रापित पीढ़ी बन गया। ചരിത്രത്തിലെ ഏറ്റവും ശാപഗ്രസ്തമായ लेकिन തലമുറയാണ്. प्रभु ने उस दिन रात को मुझे कहा, എന്നാൽ ദൈവരാത്രി എന്നോട് जो പറഞ്ഞു, पीढ़ी में तुम जी रहे ना, इस पीढ़ी का विशेषता ഈ ജീവിക്കുന്ന ഈ തലമുറയുടെ വിശേഷം महिमा का राजा का आगमन होने वाला पीढ़ी है। മൗത്തത്തിന്റെ രാജാവിന്റെ വരവിനെ എതിരേൽക്കുന്ന തലമുറ. अगर मौका मिलेगा तो अपना खुद का कानों से तुराई सुनने वाला पीढ़ी है। നമ്മുടെ ദൈവത്തിന് ഹിതമാണെങ്കിൽ നമ്മുടെ കാതുകൾ വെച്ച് തന്നെ കർത്താവിന്റെ इधर കാഹളങ്ങൾ ऊपर കേൾക്കുന്ന उठ के തലമുറ. आओ करके उस जो आवाज सुनने वाला पीढ़ी है। ഇവിടെ കയറി വരിക എന്ന കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുന്ന यीशु തലമുറ. को इनकार किया पीढ़ी नहीं है, യേശുവിനെ നിരസിച്ച തലമുറയല്ല, जो पीढ़ी परमेश्वर का चेहरा ढूंढने वाला पीढ़ी। കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന തലമുറയാണ്. The generation those who are ready to seek the face of God. ഏത് തലമുറയാണോ കർത്താവിനെ അന്വേഷിക്കാൻ തയ്യാറാകുന്നത്, That's why we see easily हम देख रहे हो अपना नवजवानों यीशु का चेहरा को ढूंढ रहे। അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങള് കർത്താവിന്റെ മുഖം अपना അന്വേഷിക്കുന്നതായിട്ട്. अपना इस पीढ़ी का लोगों बहुत पैशनेट होके प्रभु को पीछा कर रहे। നമ്മുടെ തലമുറയിലെ കുഞ്ഞുങ്ങള് വളരെ ഉത്സാഹത്തോടെ പാഷനോടെ आप കർത്താവിനെ जरा അനുഗമിക്കുന്നു. चारों तरफ देख लीजिए। നമ്മുടെ നാല് ചുറ്റും നമ്മളൊന്ന് आप നോക്കുക. अगर भारत का सबसे बड़े कलीसियों को देखो, ഭാരതത്തിലെ വലിയ സഭകളെ നമുക്ക് നോക്കാം. उधर सब कौन ज्यादा हालेलुया आराधना में आते हैं मालूम है? അവിടെ എല്ലാം ആരാണ് കൂടുതലായിട്ട് കർത്താവിനെ നവജവാനോ ആരാധിക്കുന്നത്? മാത്തെ. ചെറുപ്പക്കാരാണ്, नवजवानों में യൗവനക്കാരാണ്. they worship, hallelujah, they celebrate. അവർ All ആരാധിക്കുന്നു. the young people gathering together. യൗവനക്കാർ ഒന്നിച്ചു കൂടി അവർ ആരാധിക്കുന്നു, ऐसे ആഘോഷിക്കുന്നു. बोलने में किसी को दुख होना नहीं है। ഇങ്ങനെ പറഞ്ഞതിൽ ആർക്കും ദുഃഖം തോന്നരുത്. साधारण गति में സാധാരണയായിട്ട് लोगों का सोच क्या है मालूम है? മറ്റുള്ളവർ ചിന്ത എന്താണ്? बुजुर्ग लोगों का काम है स्पिरिचुअलिटी। പ്രായമുള്ളവർ ഒരു രീതിയാണ് ആത്മീയത. हालेलुया, बुढ़ा बुढ़ी होने के बाद में तीर्थाटन के लिए जाएगा, പ്രായമായതിനു ശേഷമാണ് പലരും തീർത്ഥാടനത്തിന് हर വേണ്ടി पुण्य ആത്മീയ जगहों में കാര്യങ്ങളിലേക്ക് जाके പോകുന്നത്. ढूंढेगा कहाँ परमेश्वर है। അതിന് പ്രായമായതിനു ശേഷം അവർ So, പുണ്യ സ്ഥലങ്ങളിലും പോയി अपना അന്വേഷിക്കുക എവിടെയാണ് ദൈവം എന്ന്. अपना संस्कृति क्या कहते हैं मालूम है? बुजुर्ग होने के बाद में परमेश्वर का चेहरा ढूंढना നമ്മുടെ है। സംസ്കാരം എന്താണ് പഠിപ്പിക്കുന്നത്? പ്രായമായതിനു ശേഷം ദൈവത്തെ But അന്വേഷിക്കുക. Bible says എന്നാൽ ദൈവത്തിന്റെ വചനം young പ്രകാരം people പറയുന്നു, ചെറുപ്പക്കാർ, seek His യൗവനക്കാർ face. കർത്താവിന്റെ മുഖം Hallelujah. And this is അന്വേഷിക്കുന്നു. the generation. ഇതാണ് ആ തലമുറ. Those who are ready to seek the face of God. കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്ന തലമുറ Young ഇതാണ്. people seeking the face of God. യൗവനക്കാര് കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. जब आपके शरीर में दम है, നിങ്ങളുടെ ശരീരത്തില് ആരോഗ്യമുണ്ടെങ്കിൽ, जब आपका खून गर्म है, നിങ്ങളുടെ രക്തം ചൂടുള്ള രക്തമാണെങ്കിൽ, तभी आपको यीशु को पीछा करना है। അപ്പോഴാണ് നിങ്ങൾ യേശുവിനെ അനുഗമിക്കേണ്ടത്. धन्यवाद दे दीजिए प्रभु जी को। കർത്താവിന് നന്ദി കരേറ്റാം. Hallelujah. ഹല്ലേലൂയ.
मैं कहना चाहता आपको, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, आप में से कितने लोग परमेश्वर का चेहरा ढूंढने के लिए तैयार? നിങ്ങൾ എത്ര പേര് ഇന്ന് കർത്താവിന്റെ മുഖം അന്വേഷിക്കാൻ തയ്യാറാണ്? परमेश्वर का चेहरा ढूंढने के लिए। കർത്താവിന്റെ മുഖം അന്വേഷിക്കുവാൻ पिछले कोई मीटिंग में मैंने कहा, കഴിഞ്ഞ ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞതാണ്, दानियल ने क्या किया? ദാനിയേൽ എന്താണ് ചെയ്തത്? दानियल ने कुछ बात समझने के लिए, उस समझ खोलने के लिए प्रभु का उपस्थिति में बैठा। ദാനിയേൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ प्रभु का कुछ पद्धति के बारे में वो गहराई में जानना चाहता था, इसीलिए प्रभु का उपस्थिति में बैठा। കർത്താവിന്റെ ചില പദ്ധതിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദാനിയേൽ ആഗ്രഹിച്ചു, അറിവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം आप में से സന്നിധിയിൽ कितना लोग परमेश्वर का पद्धति को जानना चाहते നിങ്ങൾ എത്ര പേര് കർത്താവിന്റെ ആലോചന അറിയാൻ हैं? ആഗ്രഹിക്കുന്നു? अब में से कितना लोग प्रभु ने आपके बारे में जो योजना रखा उसके बारे में जानना चाहते हैं? നിങ്ങൾ എത്ര പേര് കർത്താവ് നിങ്ങളെ പറ്റി വെച്ചിട്ടുള്ള ഹിതം അറിയാൻ ആഗ്രഹിക്കുന്നു? अगर आप ढूंढने के लिए तैयार है तो നിങ്ങളൊന്ന് അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ प्रभु आपसे बात करेगा। ദൈവം നിങ്ങളോട് धीरे സംസാരിക്കും. पूरे बातों में कह रहे हैं ना, आज का मैसेज में प्रभु आपसे बात करने वाला है। ഇന്നത്തെ മെസ്സേജിൽ കൂടി ദൈവം നിങ്ങളോട് तो സംസാരിക്കുകയാണ്. मैंने क्या कहा? रिजॉइस। ഞാൻ എന്താണ് പറഞ്ഞത്? कोई भी സന്തോഷിക്കുക. परिस्थिति हो, आनंदित रहो। നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അവസ്ഥ വന്നാലും നിങ്ങൾ और भजन संगीत സന്തോഷിക്കുക. 51 में क्या कहा? സങ്കീർത്തനം 21 എന്താണ് राजा പറഞ്ഞത്? परमेश्वर का सामर्थ पर आनंदित होते। രാജാവ് ദൈവത്തിന്റെ ദൈവത്തിൽ സന്തോഷിക്കുന്നു. हालेलुया। ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. ബലത്തിൽ രാജ परमेश्वर का सामर्थ पर आनंदित होते। രാജാവ് കർത്താവിന്റെ ബലത്തിൽ സന്തോഷിക്കുകയാണ്. 20वां भजन संगीता और 21वां भजन संगीता कनेक्टेड है। 20-21 സങ്കീർത്തനം കണക്റ്റഡ് ആണ്. 20वां भजन संगीता 20 സങ്കീർത്തനം जब राजा युद्ध में जाएगा, ദാവീദ് രാജ യുദ്ധത്തിന് പോകുമ്പോഴുള്ളതാണ്. राजा को जो लोग प्रार्थना करके भेजते, രാജാവിനെ യുദ്ധത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചയക്കുകയാണ്. प्रार्थना करके युद्ध में भेजते। പ്രാർത്ഥിച്ച് യുദ്ധത്തിന് അയക്കുന്നു. प्रभु आपका दास है, राजा युद्ध के लिए जा रहा हो, കർത്താവിന്റെ ദാസൻ യുദ്ധത്തിന് വേണ്ടി പോകുന്നു. प्रोटेक्शन होना चाहिए, കർത്താവ് സംരക്ഷണം കൊടുക്കണം. सही सलामत हो वापस आना चाहिए, ശരിയായ സമയത്ത് ആരോഗ്യത്തോടെ മടങ്ങി हार के വരണം. नहीं जीत के आना चाहिए। ജയത്തോടെ മടങ്ങി വരണം. So the people they gathered together അതുകൊണ്ട് അവർ ഒന്നിച്ചുകൂടി and they read Psalms 20। 20वां भजन संगीता पढ़ेगा, അവർ സങ്കീർത്തനം 20 വായിച്ചു. पढ़ के प्रार्थना करेगा, അവർ ആ സങ്കീർത്തനം आशीषित करके भेजेगा। അനുഗ്രഹിച്ച് രാജാവിനെ 21वां അയക്കും. भजन संगीता 21 युद्ध സങ്കീർത്തനം जीत के राजा जब वापस लौटेगा, രാജാവ് യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ तभी गाने वाला भजन संगीता 21वां भजन അപ്പോൾ संगीता। പാടുന്ന സങ്കീർത്തനമാണ് 21 अब സങ്കീർത്തനം. लोग सब लोग सुन रहे हैं ना? നിങ്ങളെല്ലാം കേൾക്കുന്നു. राजा को प्रार्थना करके भेजा, രാജാവിനെ പ്രാർത്ഥിച്ചയച്ചു. अभी युद्ध जीत के राजा वापस लौट आ रहे। ഇപ്പോൾ രാജാവ് യുദ്ധം ജയിച്ച് മടങ്ങി വരികയാണ്. हालेलुया। सक्सेस मिलके आ रहे। വിജയത്തോടെ കടന്നു വരികയാണ്. सक्सेस कहां से आएगा भाई? വിജയം എവിടെ നിന്നാണ് പ്രിയമുള്ളവരെ വരുന്നത്? सक्सेस किधर से आएगा? വിജയം വരുന്നത് എവിടെ നിന്നാണ്? सक्सेस परमेश्वर का ओर से ദൈവത്തിൽ आते। നിന്ന് മാത്രമേ നമുക്ക് വിജയം सक्सेस ലഭിക്കുള്ളൂ. परमेश्वर का सामर्थ्य से आते। വിജയം വരുന്നത് കർത്താവിന്റെ अभी ബലത്തിലാണ്. राजा युद्ध में जीत पाके आ रहे। രാജാവ് ഇപ്പോൾ യുദ്ധത്തിൽ കടന്നു പോയി हालेलुया। भजन ജയത്തോടെ संगीता में വരുന്നു. क्या कहा है? സങ്കീർത്തനത്തിൽ എന്താണ് इस പറയുന്നത്? विक्ट्री क्यों मिला? ഈ രാജാവിന് എങ്ങനെയാണ് ജയം इस जीत ലഭിച്ചത്? क्यों मिला? ഈ വിജയം എങ്ങനെ ലഭിച്ചു राजा का രാജാവിന്? मन का हर आशा वो क्यों कैसे पूरा हो गया? രാജാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹമെല്ലാം എങ്ങനെ പൂർത്തിയായി? परमेश्वर का सामर्थ का कारण से। ദൈവത്തിന്റെ ശക്തിയാൽ ബലത്താലാണ് രാജാവിന് आपका സാധിച്ചത്. मेरा जीवन में भी നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ परमेश्वर का सामर्थ का कारण से ही ദൈവത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് മാത്രമേ हालेलुया जीत मिलने वाला है। നമുക്ക് ജയം ലഭിക്കുകയുള്ളൂ. परमेश्वर का सामर्थ्य। ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രം. मैं जल्दी शीघ्र से आपका ध्यान नहम्या का किताब में लाना चाहता हूँ। നെഹമ്യാവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ नहम्या കൊണ്ടുവരാം. का किताब का 8वां अध्याय में ऐसे एक आयत है। നെഹമ്യ 8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. नहम्या इस्राएल का लोगों को कह रहे, നെഹമ്യ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, हालेलुया इस दिन परमेश्वर के लिए पवित्र दिन है। ഈ ദിവസം കർത്താവിന് വിശുദ്ധ ദിവസമാണ്. नहम्या 8वां अध्याय का 10वां आयत। നെഹമ്യ 8:10. ओ ये एक पवित्र दिन है, ഇതൊരു വിശുദ്ധ ദിവസമാണ്. एक होली डे है। ഇതൊരു വിശുദ്ധ ये ദിവസമാണ്. सेलिब्रेट करना चाहिए वैसे दिन। ഇത് ആഘോഷിക്കേണ്ട दिस डे ദിവസമാണ്. इज ए सेक्रेड डे। ഇതൊരു ആഘോഷിക്കേണ്ട ദിവസം. आज का दिन हमारे प्रभु के लिए पवित्र है ഇന്നത്തെ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. और उदास मत रहो, അതുകൊണ്ട് നിങ്ങൾ ഉദാസീനതയോടെ ഇരിക്കരുത്. क्योंकि यहोवा का आनंद, കാരണം കർത്താവിന്റെ ബലം, यहोवा का आनंद ദൈവത്തിന്റെ ആനന്ദം तुम्हारा दृढ़ गढ़ है। നമ്മുടെ ബലമാണ്. प्रभु में जो आनंद है ദൈവത്തെ യഹോവയിലുള്ള that സന്തോഷം is your strength। അതാണ് നമ്മുടെ ബലം. Turn to your neighbor and say നമ്മുടെ hallelujah। അടുത്തിരിക്കുന്നവരോട് പറയാം, प्रभु में जो आनंद है കർത്താവിനുള്ള ആനന്ദം आपका बल है। നമ്മുടെ ബലമാണ്. आपका सक्सेस कैसे आएगा? നമ്മുടെ സക്സസ് എവിടെ? When you rejoice in your Lord। നമ്മളെ കർത്താവിൽ ആനന്ദിക്കും. राजा क्यों आनंदित रहते? രാജാവ് എങ്ങനെയാണ് जीत ആനന്ദിക്കുന്നത്? कहां से आया? ജയം എവിടെ നിന്ന് വന്നു? छुटकारा कहां से आया? വിടുതൽ എവിടെ നിന്ന് വന്നു? सक्सेस कहां से
से आया, വിടുതൽ ഇവിടെ നിന്ന് प्रभु വന്നു. का सामर्थ्य से आया. കർത്താവിന്റെ That is ശക്തിയാൽ. the theme of book of Nehemiah. അതാണ് नहम्या का पुस्तक का थीम वही है. നെഹമ്യാന്റെ പുസ്തകത്തിലെ തീം नहम्या അതാണ്. का पुस्तक में നെഹമ്യാന്റെ एक പുസ്തകത്തിൽ असंभव एक टास्क नहम्या पूरा करने के लिए कोशिश कर ഒരു रहा है. അസാധ്യമായ ടാസ്ക് പൂർത്തീകരിക്കാൻ നെഹമ്യാ All ശ്രമിക്കുകയാണ്. the people around him, ആ നെഹമ്യാവിന്റെ सब ചുറ്റുമുള്ളവരെല്ലാം लोग कहा അവരെല്ലാവരും ये പറഞ്ഞു असंभव है, ഇത് അസാധ്യമാണ്. ये असंभव है, ഇത് അസാധ്യമാണ്. ये लोग कर नहीं पाएगा. അവർക്കിത് ചെയ്യാൻ They do കഴിയില്ല. not have the capacity to do ഇത് that. ചെയ്യാനുള്ള കപ്പാസിറ്റി They do അവർക്കില്ല. not have the physical strength to do that. അവർക്ക് ഇത് ചെയ്യാനുള്ള Child, ആരോഗ്യമില്ല. are you listening? क्या आप सुन रहे? ദൈവമക്കളെ നിങ്ങൾ चारों तरफ खड़े सब लोग कहा. നാല് ചുറ്റിനുമുള്ളവർ क्या പറയുകയാണ്. कहा मालूम है? എന്താണ് പറയുന്നത്? नहम्या, നെഹമ്യാവേ तुम कामयाबी होने वाला है. നീ ജയിക്കയില്ല. ऐसे कहा है क्या? അങ്ങനെയാണോ പറഞ്ഞത്? नहीं, ऐसे एक भी व्यक्ति कहा नहीं. അങ്ങനെ ഒരു ആള് പോലും പറഞ്ഞില്ല. सारे राजाओं नेताओं सब लोग क्या कह रहे मालूम है? രാജാക്കന്മാരും നേതാക്കന്മാരും എല്ലാം എന്ത് പറഞ്ഞു? अरे यहूदियों बनाने के लिए आया है. क्या बनाएगा लोग? എന്ത് हालेलुया. പണിയാൻ വേണ്ടി വന്നു? दीवार बनाने के लिए. മതിൽ പണിയാൻ വന്നു. वचन में उस भाग में ऐसे एक भाग में लिखा है വചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗത്തിൽ जो എഴുതിയിരിക്കുന്നു. हमारे लोग होते हैं ना, जो बोझ उड़ाने वाले लोग हैं, ഭാരം ചുമക്കുന്നവര് वो लोग थक गया लिखा है. അവര് ക്ഷീണിച്ചു എന്നാണ് क्योंकि എഴുതിയിരിക്കുന്നത്. इतना मतलब क्या बोलते हैं जो रबल्स पत्थर और मिट्टी सब पड़ा था. ഒത്തിരി കല്ലുകള് കൽക്കൂമ്പാരമായിരുന്നു അവിടെ. ये जो पहले का दीवार गिरा दिया ना, उधर इतना मिट्टी पड़ा था. ആദ്യത്തെ മതിൽ വീണ് കിടന്നിടത്ത് ഒരു കൽക്കൂമ്പാരമായിരുന്നു അത്രേ. जो जुना घर जब तोड़ेगा, आपको जानते हैं ना, उधर एक 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 बहुत बड़ा क्या बोलते हैं हालेलुया पाइलअप हो जाएगा. जो पहले का रबल्स पाइलअप हो जाएगा. उतना मिट्टी पड़ा था उधर. പഴയ വീടുകളൊക്കെ പൊളിച്ച് നമുക്കറിയാം അവിടെ വലിയ കൽക്കൂട്ടങ്ങളായിരിക്കും. नहम्याह की पुस्तक में लिखा है നെഹമ്യാന്റെ वो പുസ്തകത്തിൽ उठाने എഴുതിയിരിക്കുകയാണ്. वाला लोग है, वो कहा देखो हम थक गए, अपने शरीर में बल नहीं है और बहुत बाकी है. ഈ കല്ലൊക്കെ എടുത്തവർ പറയാണ് ഞങ്ങൾ ക്ഷീണിച്ചു, ഞങ്ങൾക്ക് ബലമില്ല, ഇനി ഒത്തിരി सालों ശേഷിക്കുന്നു. साल लगेगा उस जो कंडाहार बन गया उस मिट्टी उस पत्थरों को उधर से हटाने के लिए. ഇനി ഒത്തിരി വർഷങ്ങൾ എടുക്കും ഈ കൂടിക്കിടക്കുന്ന ഈ മൺകൂടാരം ഈ കല്ലുകളൊക്കെ എടുത്ത് മാറ്റുവാൻ. लेकिन परमेश्वर का वचन में लिखा है എന്നാ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു 52 days 52 ദിവസം 52 days 52 ദിവസം impossible task. ഇമ്പോസിബിൾ ആയ ഒരു हो नहीं ടാസ്ക് सकते. ഒരിക്കലും സാധ്യമല്ലാത്തത്. 52 days में इस पत्थर हटा नहीं सकते, फिर कैसे दीवार बनाएगा? 52 ദിവസം കൊണ്ട് ഈ കൽക്കൂട്ടങ്ങൾ മാറ്റാൻ കഴിയുകയില്ല, പിന്നെ എങ്ങനെ മതിൽ और പണിയും? नहम्याह ने कहा എന്നാൽ നെഹമ്യാ परमेश्वर പറയുകയാണ് का हाथ अपना साथ में था. ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ परमेश्वर ഉണ്ടായിരുന്നു. का हाथ अपना साथ में था, കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ इसलिए ഉണ്ടായിരുന്നു. हम कामयाबी बना. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചത്. मैं आपको वापस कहना चाहता हूँ, നിങ്ങളോട് ഞാൻ പിന്നെ പറയുകയാണ്, परमेश्वर का बच्चा, जब परमेश्वर का हाथ आपका साथ में रहेगा, ദൈവമക്കളെ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ उस हाथ का बल से ആ കർത്താവിന്റെ आप कामयाबी बनने वाला है. കർത്താവിന്റെ കാര്യത്തിന്റെ ബലത്താൽ आपका നിങ്ങൾ शक्ति ചെയ്യുന്ന से സാധിക്കും. नहीं, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, परमेश्वर का सामर्थ्य से. ദൈവത്തിന്റെ ശക്തിയാല്. इसलिए मैं वापस कहना चाहता हूँ, അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുകയാണ്, खुद के बल पर, खुद के ना बुद्धि पर भरोसा रखना नहीं है. സ്വന്തം ബലത്തിലോ സ്വന്തം ബുദ്ധിയിലോ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത്. आपको परमेश्वर का बल पर भरोसा रखना है. നമ്മൾ കർത്താവിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. हालेलुया, हालेलुया, हालेलुया. आपको परमेश्वर पर भरोसा रखना നമ്മൾ है. കർത്താവിൽ ആശ്രയിക്കണം. किस पर भरोसा रखना है? ആരിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്? परमेश्वर पर भरोसा. കർത്താവിൽ നമ്മൾ अब ആശ്രയിക്കണം. नहम्याह का स्टोरी को अच्छा से सीखना है. നെഹമ്യാവിന്റെ സ്റ്റോറി നമ്മൾ നന്നായിട്ട് नहम्याह വായിക്കണം. उसका गवाही बोल रहे हैं. നെഹമ്യാവ് തന്റെ സാക്ഷ്യം क्या പറയുകയാണ്. गवाही बोलते मालूम है? എന്താണ് സാക്ഷ്യം? नहम्याह का गवाही, നെഹമ്യാവിന്റെ प्रभु സാക്ഷ്യം, का आनंद है मेरी ताकत, संसार में यीशु है मेरी ताकत. ओ मेरा आनंद हर एक दिन में, ओ मेरा सहारा है. ओ मेरा आनंद हर एक दिन में, ओ मेरा सहारा. Do you believe that? क्या विश्वास कर रहे हैं? നിങ്ങൾ വിശ്വസിക്കുന്നു? क्या है आपका मेरा ताकत? നമ്മുടെ ഓരോരുത്തരുടെ ശക്തി ബലം ഏതാണ്? बालवर्ध ने कहा ബാലബ്രർ പറഞ്ഞു, उन्होंने और एक घर दिया, കർത്താവ് ഒരു ഭവനം കൂടി കൊടുത്തു. चाबी मिला नहीं, थोड़ा समय लगेगा वो लोग खाली करने के. यफदा आज सुबह में उधर बैठ के इस बैनर को मैं ऐसे ऐसे घूर के देख रहा था. लिटरली आई वाज स्टेयरिंग टू दिस बैनर. दिस उसमें डोर ऑफ होप लगा के रखा था ना. I was staring to that picture. Hallelujah. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആ ബാനർ നോക്കുകയായിരുന്നു. അവിടെ ഡോർ ഓഫ് ഹോപ്പ് എഴുതിയിട്ടുണ്ട്.
मैं विश्वास कर रहा हूँ ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ, काफी द्वार और खोलने वाला है। അനേക വാതിലുകൾ നമുക്ക് വേണ്ടി ഇനി തുറക്കാൻ പോവുകയാണ്. 52 days 52 ദിവസം. कुछ दिन पहले प्रभु का आत्मा मुझे कहा കുറച്ച് ദിവസം മുന്നേ 52 days में कुछ काम होने वाला है। 52 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നടക്കും. मैं भी गिन के इंतजार कर रहा हूँ। ഞാൻ എണ്ണി എണ്ണി जून കാത്തിരിക്കുകയാണ്. आधा के आसपास में कुछ काम मेरा जीवन में भी होने वाला है। എല്ലാ ജീവിതത്തിലും ചില കാര്യങ്ങൾ 52 ജൂണിൽ days प्रभु ने मुझे कहा 52 days ദൈവം എന്നോട് ഒരു 52 ദിവസം impossible task। അസാധ്യമായ ഒരു കാര്യം. Oh hallelujah 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 hallelujah। जब मैंने सोचा कि जब मैंने सोचा कि असंभव है, तब प्रभु यीशु ने मुझसे कहा। सबने कहा ये जब मैंने सोचा कि असंभव है, तब प्रभु यीशु ने मुझसे कहा। असंभव को संभव करने वाला यीशु, मैं तेरे साथ हूँ। असंभव को संभव करने वाला यीशु, मैं तेरे साथ हूँ। असंभव को संभव करने वाला यीशु, मैं तेरे साथ का आनंद है मेरी ताकत। संसार में यीशु है मेरी ताकत। प्रभु का आनंद है मेरी ताकत। संसार में यीशु है मेरी ताकत। वो मेरा आनंद हर एक दिन में, वो मेरा सहारा है। वो मेरा आनंद हर एक दिन में, वो मेरा सहारा है। वो मेरा आनंद हर एक दिन में, वो मेरा सहारा है। नहम्याह को कोई भी सपोर्ट नहीं किया। നെഹമ്യാവിനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. नहम्याह को कोई भी सकारात्मक बातों बता के उनको मोटिवेट नहीं किया। നെഹമ്യാവിനെ ആരും നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചില്ല. एवरी डे हर दिन नहम्याह सुन रहे, എല്ലാ ദിവസവും നെഹമ്യാവ് കേൾക്കുന്നത് ये नहीं कर पाएगा। ഇത് നിന്നെ കൊണ്ട് हर സാധിക്കില്ല. दिन नहम्याह नेगेटिव न्यूज़ सुन रहे। എല്ലാ ദിവസവും നെഹമ്യാവ് നെഗറ്റീവായ കാര്യങ്ങളാണ് Can കേൾക്കുന്നത്. you imagine that? നിങ്ങൾക്കത് സങ്കല്പിക്കാൻ सुबह സാധിക്കുമോ? उठ के एक नेगेटिव न्यूज़, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെഗറ്റീവ് दोपहर को अगले नेगेटिव न्यूज़, ഉച്ചയ്ക്ക് അടുത്ത നെഗറ്റീവ് ന്യൂസ്, शाम को रात को सोने से पहले आउट नेगेटिव न्यूज़। ഉറങ്ങുന്നതിന് മുന്നേ പിന്നെ നെഗറ്റീവ് ന്യൂസ്. How you are going to survive? നമ്മൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? नहम्याह ने कहा, നെഹമ്യാവ് ये പറയുകയാണ്, मेरा ताकत नहीं, ഇത് എന്റെ ശക്തി കൊണ്ട് ബലം കൊണ്ടോ मैं അല്ല, कुछ नहीं कर सकता, എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ लेकिन കഴിയില്ല. परमेश्वर असंभव को संभव करने वाला എന്നാൽ है। എന്റെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. मेरा काम में नहीं है, ഞാൻ എന്റെ ജോലിയിലല്ല, परमेश्वर का काम कर ഞാൻ रहा हूं। ദൈവത്തിന്റെ ജോലിയാണ് क्या ചെയ്യുന്നത്. चाइल्ड ऑफ गॉड आपको पक्का है आप प्रभु का काम कर रहे हैं? ദൈവമക്കളെ, നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങൾ കർത്താവിന്റെ Are you പ്രവൃത്തിയാണ് sure that you are in ചെയ്യുന്നത്? God's mission? നിങ്ങൾ ദൈവത്തിന്റെ മിഷനിലാണെന്ന് ഉറപ്പുണ്ടോ? Wherever God has placed you, അതുകൊണ്ട് കർത്താവ് നിങ്ങൾ എവിടെയെല്ലാം പ്ലേസ് believe that ചെയ്താലും you are in God's mission. നിങ്ങൾ കർത്താവിന്റെ മിഷനിലാണ് നിങ്ങൾ വിശ്വസിക്കുക. Hallelujah. If you are in God's mission, നിങ്ങൾ കർത്താവിന്റെ अगर മിഷനിലാണെങ്കിൽ परमेश्वर ने दिया दौत्य को पूरा कर रहे, കർത്താവ് തരുന്ന ദൗത്യമാണ് നമ്മൾ आपका ചെയ്യുന്നതെങ്കിൽ बुद्धि से नहीं, आपका शक्ति से नहीं। നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, നിങ്ങളുടെ ശക്തി കൊണ്ടല്ല. हालेलुया। ഹല്ലേലൂയ. प्रभु का सामर्थ्य से आप उस काम को पूरा करेगा। കർത്താവിന്റെ ശക്തിയാൽ ബലത്താൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. प्रभु അതുകൊണ്ട് का काम से, प्रभु का बल ദൈവത്തിന്റെ से। പ്രവൃത്തി കൊണ്ട്, Hallelujah. നമ്മുടെ സ്വന്തം ബലം കൊണ്ടല്ല. धन्यवाद यीशु। ഹല്ലേലൂയ. जब मैंने सोचा कि अकेला हूँ, तब प्रभु यीशु ने प्रभु यीशु ने मुझसे कहा। जब मैंने सोचा मैं अकेला हूँ, तब प्रभु यीशु ने तब प्रभु यीशु ने मुझसे कहा। संसार के अंत तक साथ रहने वाला मैं तेरे साथ हूँ।
साथ देने के लिए कोई नहीं था। നെഹമ്യാവിന്റെ കൂടെ ആരുമില്ലായിരുന്നു. हालेलुया। लेकिन प्रभु का हाथ उनका साथ में था, കർത്താവിന്റെ കരം നെഹമ്യാവിനോട് കൂടെ इसलिए असंभव उनका जीवन में संभव हो गया। അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമായത്. मैं पिछले दिनों में नहम्या का बारे में स्टडी करते आ रहे थे। കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ നെഹമ്യാവിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. पहले अध्याय में लिखा है, ആദ്യത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, नहम्या 1:11 में लिखा है, നെഹമ്യ 1:11 उसका काम क्या था, നെഹമ്യാവിന്റെ ജോലി എന്തായിരുന്നു? उसका काम क्या था? നെഹമ്യാവിന്റെ ജോലി എന്തായിരുന്നു? He was a cup bearer. നെഹമ്യാവ് രാജാവിന്റെ പാനപാത്രവാഹകൻ. कप bearer हिंदी में क्या लिखा है? राजा को पिलाने वाला। हालेलुया। He was a cup bearer to the king. രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. पियाऊ, पियाऊ मतलब राजा को पिलाने वाला व्यक्ति। हालेलुया। राजा को पिलाने वाला व्यक्ति। धन्यवाद यीशु। क्या पिलाने वाला? രാജാവിന് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന വ്യക്തി. क्या? द्राक्ष मधु, वाइन पिलाने वाला व्यक्ति। രാജാവിന് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന मैं വ്യക്തിയായിരുന്നു. कुछ रेवलेशन में आपके साथ में शेयर करना ചില चाहता हूं। വെളിപ്പാട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ये जो एस्तेर का किताब में എസ്തേറിന്റെ പുസ്തകത്തില് हम देख सकते हैं നമുക്ക് അവിടെ പ്രകാരം कि കാണാം. राजा रात को बहुत दुखी हो गया। രാജാവ് രാത്രിയിൽ ഒത്തിരി राजा ദുഃഖിതനായിരുന്നു. दुखी हो जाते, राजा का नींद छूट जाते, രാജാവ് ദുഃഖിതനായിരിക്കുമ്പോൾ ഉറക്കമില്ലാതിരിക്കുമ്പോൾ राजा लोगों को बुलाना शुरू करेगा। രാജാവ് തന്റെ ആൾക്കാരെ വിളിക്കുവാൻ തുടങ്ങും. कभी क्या है ना, वो कोई एंटरटेन करने के लिए किसी को बुलाएगा, ചിലപ്പോൾ രാജാവിനെ राजा സന്തോഷിക്കാൻ का വേണ്ടി मन ചിലരെ का വിളിക്കും. थोड़ा दुख हटाने के लिए മനസ്സിലെ ദുഃഖം മാറ്റുവാൻ വേണ്ടി he will bring the dancers। നൃത്തം ചെയ്യുന്നവരെ വിളിക്കും फिर രാജാവ്. बुलाने वाला दूसरा टीम है പിന്നെ വിളിക്കുന്ന മറ്റൊരു ടീമാണ് पिलाने वाला लोगों को। വീഞ്ഞു കുടിപ്പിക്കുന്നവര്. हेलो, क्यों? എന്തുകൊണ്ടാണ്? वचन में लिखा है വചനത്തിൽ എഴുതിയിരിക്കുന്നു, दुख भूलने के लिए ये क्या करेगा, लोग उपयोग करेगा। അന്നത്തെ കാലത്ത് ദുഃഖം മറക്കുവാൻ വേണ്ടി അവർ വീഞ്ഞ് ഉപയോഗിച്ചിരുന്നു. नहम्या का काम क्या था? നെഹമ്യാവിന്റെ ജോലി എന്താ? राजा को आनंद देने वाला काम था, രാജാവിനെ സന്തോഷിപ്പിക്കുന്ന ജോലിയാണ് राजा को खुश നെഹമ്യാവിന്റെ. रखने वाला काम। രാജാവിനെ സന്തോഷിപ്പിക്കുന്ന मैं एक ജോലിയായിരുന്നു. बात आपको कहना चाहता ഞാൻ ഒരു കാര്യം നിങ്ങളോട് हूँ, लेकिन പറയുകയാണ്. नहम्या എന്നാൽ നെഹമ്യാവ് राजा को जो उंठेल के दे रहे, രാജാവിന് ഒഴിച്ചു കൊടുക്കുന്ന വീഞ്ഞ്, उस वाइन से खुश हुआ नहीं। ആ വീഞ്ഞു കൊണ്ടല്ല രാജാവ് नहम्या സന്തോഷിച്ചത്. कहा नहीं, നെഹമ്യാവ് പറഞ്ഞില്ല, मधु मेरा आनंद है। നെഹമ്യാവ് പറഞ്ഞില്ല വീഞ്ഞ് എന്റെ नहम्या को ആനന്ദമെന്ന്. रियल सोर्स जानते हैं, कहां से आनंद मिलेगा। നെഹമ്യാവിന് അറിയാം ആനന്ദത്തിന്റെ റിയൽ ആയിട്ടുള്ള സോഴ്സ് ഏതാണ്. रियल आनंद कहां से मिलेगा? യഥാർത്ഥ ആനന്ദ സന്തോഷം എവിടെ നിന്നാണ് വരുന്നത്? दारू पीने से कोई किसी को आनंद मिलेगा क्या? മദ്യപിക്കുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം ലഭിക്കുമോ? जिंदगी बर्बाद हो जाएगा। അവരുടെ बाकी ജീവിതം നശിച്ചു പോകും, അത്ര മാത്രം. कुछ लोग कहते हैं मैं दुख भूलने के लिए दारू ചിലർ पीता പറയാറുണ്ട് എന്റെ ദുഃഖം മറക്കുവാനാണ് ഞാൻ हूं। ऐसा नहीं है മദ്യപിക്കുന്നത്. भाई, ഒരിക്കലും दारू അങ്ങനെയല്ല पी के किसी പ്രിയമുള്ളവരെ. का भी दुख भूल जाता नहीं है। ഇതുവരെ മദ്യപിച്ചിട്ട് ആരും मैंने ദുഃഖം काफी ऐसे മറക്കില്ല. लोगों को देखा है, അനേകരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. दारू इसलिए पिया दुख भूलने के लिए, അവര് ദുഃഖം മറക്കുവാനാണ് लेकिन दारू മദ്യപിക്കുന്നത്. पीने के बाद में बचपन से जो बातों याद करके फिर बैठ के रोएगा। അതെ, മദ്യപിച്ച ശേഷം അവര് കുഞ്ഞുനാളുമുള്ള अरे भाई क्यों रो रहे? ഓർത്ത് കരയുവാൻ തുടങ്ങും. 15 साल पहले का दुख भी अभी याद में आया നമ്മൾ അവരോട് ചോദിക്കും എന്തിനാ കരുതുന്നത്? और बैठ कर रो रहे। 15 വർഷം മുന്നുള്ള ദുഃഖം ഓർത്ത് കരയുകയാണ് ഇപ്പോൾ. हालेलुया। नहम्या कहा नहीं, നെഹമ്യാവ് പറഞ്ഞില്ല राजा खुश होने के लिए शायद है ना मेरे हाथ से पीते होगा, രാജാവ് സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് लेकिन मेरा വീഞ്ഞിൽ നിന്ന് आनंद, സാധിക്കും. എന്നാൽ എന്റെ मेरा ആനന്ദം, आनंद, എന്റെ സന്തോഷം, हालेलुया प्रभु में है मेरा आनंद, എന്റെ സന്തോഷം उसका बल കർത്താവിലാണ്. मेरा आनंद है। കർത്താവിന്റെ ബലമാണ് എന്റെ സന്തോഷം. सबको खुश करने वाला कप बेयरर, രാജാവിനെ സന്തോഷിപ്പിക്കുന്ന कप പാനപാത്രവാഹകൻ. बेयरर। പാനപാത്രവാഹകൻ. मैं आज आपको एक संदेश देना चाहता ഇന്ന് हूँ। ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം പറയുന്നു. कप बेयरर कैसे नेशन बिल्डर बन गया। ഒരു രാജാവിന്റെ പാനപാത്രവാഹകൻ എങ്ങനെയാണ് ഒരു ദേശം പണിയുന്ന വ്യക്തിയായി कप മാറിയത്? बेयरर ഒരു പാനപാത്രവാഹകൻ become a nation builder ഒരു നേഷൻ പണിയുന്ന വ്യക്തിയായി മാറി. if you are faithful, നമ്മൾ വിശ്വസ്തയോടെ if നിൽക്കുകയാണെങ്കിൽ, you have that heart, നിനക്ക് ആ ഹൃദയമുണ്ട് എങ്കിൽ आपको भी प्रभु हालेलुया उठाने वाला है, बढ़ाने वाला है। കർത്താവ് നിങ്ങളെയും എടുത്ത് ഇതുപോലെ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുവാൻ ഇടയാകും. कप बेयरर പാനപാത്രവാഹകൻ नेशन बिल्डर बन गया। ഒരു രാജ്യത്തിന്റെ अब പണിക്കാരനായി ऐसे മാറി. कितना लोगों को नेशन बिल्डर बनना चाहते हैं? നിങ്ങൾ എത്ര പേര് നേഷൻ ബിൽഡർ ആകുവാൻ कौन ആഗ്രഹിക്കുന്നു? सा नेशन? ഏതാണ് ആ രാജ്യം? परमेश्वर का राज्य को बनाना चाहते हैं। ദൈവരാജ്യത്തെ പണിയുവാൻ നിങ്ങൾ എത്ര പേര് हालेलुया। ആഗ്രഹിക്കുന്നു? अगर आपको परमेश्वर का राज्य बनाने वाला एक राज मिस्त्री बनना चाहिए तो നിങ്ങൾക്ക് ദൈവത്തിന്റെ രാജ്യം പണിയുന്ന ഒരു രാജശില്പിയായി തീരണമെങ്കിൽ हालेलुया
नहम्याह एक राजमिस्त्री था वाकई में. നെഹമ്യാവ് ഒരു രാജശില്പിയായിരുന്നു യഥാർത്ഥത്തിൽ. Hallelujah. Hallelujah. The reason. കാരണം The reason. Hallelujah. पौलुस के बारे में क्या लिखा है? പൗലോസിനെ പറ്റി എന്താണ് എഴുതിയിരിക്കുന്നത്? एक राजमिस्त्री. ഒരു രാജശില്പി. मैं आज आपको कहना चाहता हूँ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, 21st सेंचुरी में 21ാം നൂറ്റാണ്ടില് 21st सेंचुरी के कलीसिया को बनाने के लिए 21ാം നൂറ്റാണ്ടിലെ ദൈവസഭയെ പണിയാൻ अपना വേണ്ടി बीच में भी राजमिस्त्रियों होना चाहिए. നമ്മുടെ ഇടയിലെ രാജശില്പികൾ എഴുന്നേൽക്കണം. Cupbearer to nation builders. പാനപാത്രവാഹകൽ നിന്ന് രാജശില്പിയിലേക്ക്, Cupbearers to nation builders. പാനപാത്രവാഹകൽ നിന്ന് രാജ്യം പണിയുന്ന Cupbearer വ്യക്തിയിലേക്ക്, to master builders. പാനപാത്രവാഹകൽ നിന്ന് വലിയൊരു ബിൽഡറിലേക്ക്. हेलो, ഹല്ലേലൂയ. सब लोग मुझे ध्यान से सुन लीजिए. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. आप अभी कौन सा पोजीशन में है? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പദവിയിലാണ്? अगर आप अपने आप को इंट्रोड्यूस करेगा तो നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ आप क्या कहेगा? നിങ്ങൾ എന്താണ് പറയുന്നത്? नहम्याह का पुस्तक पहले अध्याय के 11वां आयत में उन्होंने इंट्रोड्यूस किया. നെഹമ്യാവിന്റെ പുസ്തകം 1:11 നെഹമ്യാവ് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. I was a cupbearer to the king. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകനാണ്. I was cupbearer to the king. ഞാൻ രാജാവിന്റെ So പാനപാത്രവാഹകൻ. मैं थोड़ा और एक्सप्लेन करना चाहता हूँ. പിന്നെ ഒന്നുകൂടി വിശദീകരിക്കുക. उधर लिखा नहीं, അവിടെ എഴുതിയിട്ടില്ല, नहम्याह कहा नहीं, നെഹമ്യാവ് പറയുന്നില്ല, I was the chief cupbearer to the king. लिखा है क्या? ഞാൻ രാജാവിന്റെ ചീഫ് ആയിട്ടുള്ള പാനപാത്രവാഹകനാണെന്ന് അവിടെ പറയുന്നില്ല. फिर क्या लिखा? പിന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? I was cupbearer to the king. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകൻ. मैं काफी cupbearers है, उनमें से एक. രാജാവിന് ഒത്തിരി പാനപാത്രവാഹകന്മാരുണ്ട്, അതിൽ ഒരാളാണ് ഞാൻ. आप सब लोग सुन रहे हैं ना? It's not necessary he was the chief cupbearer. ആ പാനപാത്രവാഹക हो सकते, लेकिन लिखा नहीं ऐसे. हालेलुया. പാനപാത്രവാഹകന്മാരുടെ നേതാവോ മുഖ്യ സ്ഥാനമോ ഒന്നുമില്ല, അങ്ങനെ എഴുതിയിട്ടില്ല. लेकिन हम ऐसे चीफ कपबेरर को देख सकते हैं. നമ്മളൊരു മുഖ്യമായ ഒരു പാനപാത്രവാഹനെ കാണുന്നു. उल्पत्ति का किताब में. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ. वो कौन था? The അതാരായിരുന്നു? chief cupbearer for Pharaoh. Pharaoh का യോസഫ്. पिलाने वालों का ഏ. मुखिया. हालेलुया. किसके साथ में जेल में पड़ा है? हैं? जोसेफ के साथ में. ജോസഫിന്റെ കൂടെ ജയിലിൽ കടന്ന വ്യക്തിയാണ് दोनों एक ही രാജാവിന്റെ जेल में admit हो പാനപാത്രവാഹകനായിരുന്നു. गया. दोनों को एक ही जेल में एडमिट हो गए. രണ്ടുപേരും ഒന്നിച്ച് ഒരു ജയിലിലാണ് ഇട്ടത്. उन्होंने कोई गुनाह किया नहीं, ആ വ്യക്തി ഒരു തെറ്റും ചെയ്തില്ലായിരുന്നു. लेकिन എന്നാൽ पकड़ के उसी जेल में डाल दिया. ആ ഫറവോന്റെ പാനപാത്രവാഹകനും അതേ मेरा सवाल- ജയിലായിരുന്നു. मेरा सवाल, എന്ന क्यों? ചോദ്യം, क्यों? अगर कोई भी गुनाह नहीं किया इस इंसान को, ഒരു इन्होंने कोई गुनाह किया नहीं. ഒരു I can തെറ്റും prove that, I ചെയ്യാത്ത can ഈ prove that. പാനപാത്രവാഹകൻ अगर फरवो का विरुद्ध में कुछ गुनाह किया तो है ना, ഫറവോന് വിരോധമായിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ वो अपने आप को बचा नहीं पाएगा. ആ വ്യക്തിക്ക് ഒരിക്കലും സ്വയമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ലായിരുന്നു. राजा को पिलाने वाला का मुखिया बोलेगा तो वो एकदम रेस्पॉन्सिबल पोजीशन है. कुछ गुनाह किया तो फिर कभी भी राजा उनको वापस लेने वाला नहीं. രാജാവിന്റെ പാനപാത്രത്തിന്റെ പ്രമാണിയായിരുന്നു, നേതാവായിരുന്നു. അങ്ങനെ उसका തെറ്റ് पूरा ചെയ്തില്ലെങ്കിൽ ഒരിക്കലും खानदान അദ്ദേഹത്തെ को കൊണ്ടുവരികയില്ല. सत्यानाश करेगा. ആ കുടുംബം മുഴുവൻ വംശം മുഴുവൻ നശിപ്പിച്ചു सुन रहे കളയുമായിരുന്നു ना? ഫറവോൻ. जरूर उनको क्या ना फांसी का सजा मिलने वाला है. തീർച്ചയായും അദ്ദേഹത്തിന് തൂക്കുകയർ ലഭിക്കുമായിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. उसको राजा ने हालेलुया स्वतंत्र किया. इसका मतलब രാജാവ് ആ പാനപാത്രവാഹനെ സ്വതന്ത്രമായി सिर्फ വിട്ടയച്ചതിന്റെ स्वतंत्र അർത്ഥം नहीं किया, സ്വതന്ത്രം ചെയ്യുക മാത്രമല്ല, वापस उसका पोजीशन में बिठाया. इसका मतलब പിന്നെയും തന്റെ നഷ്ടപ്പെട്ട പദവിയിലേക്ക് It got ഫറവോ proved, തിരിച്ചു वो കൊണ്ടുവന്നു. साबित हो गया वो बहुत एक क्या बोलते हैं हॉनेस्ट है. कोई गलती नहीं की इन्होंने. അത് തെളിയിക്കുകയാണ് ആ വ്യക്തി പാനപാത്രവാഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയായിരുന്നു എന്ന്. നിരപരാധിയായ വ്യക്തി जेल में पड़ा है अभी. നിരപരാധിയായ വ്യക്തി ജയിലിൽ क्यों जेल കിടക്കുകയാണ്. में पड़ा है? എന്തുകൊണ്ടാണ് ജയിലിൽ क्योंकि കിടന്നത്? ऐसे दूसरा एक इनोसेंट व्यक्ति जेल में पड़ा है. കാരണം മറ്റൊരു നിരപരാധിയും കൂടെ ആ ജയിലിൽ കിടപ്പുണ്ട്. उसको बाहर लाने का प्रभु का पद्धति में ആ നിരപരാധിയെ പുറത്തു കൊണ്ടുവരാനുള്ള കർത്താവിന്റെ तुझे പദ്ധതി अंदर लाना पड़ेगा. നിന്നെയും അകത്ത് കൊണ്ടുപോകണം കർത്താവ്. हेलो. ആമേൻ, ഹല്ലേലൂയ. परमेश्वर को जानते हैं जोसेफ. ദൈവത്തിന് അറിയാം ജോസഫേ, तुझे बाहर लाने के लिए നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി तेरे लिए किसको अंदर लाना है? നിനക്ക് വേണ്ടി ആരെ ആ തടവറെ കൊണ്ടുവരണമെന്ന് കർത്താവിന് അറിയാം. सुना ना आपने? ഹല്ലേലൂയ. परमेश्वर को जानते हैं. ദൈവത്തിന് അറിയാം. ऐसे कोई भी एक व्यक्ति अंदर आके कोई मतलब नहीं है. ഏതെങ്കിലും ഒരു വ്യക്തി യോസഫിന്റെ കൂടെ തടവറ വന്ന ഒരു കാര്യവുമില്ല. cupbearer. ആ പാനപാത്രമാരുടെ പ്രമാണിയാണ് വന്നത്. वही आदमी आना चाहिए അതേ വ്യക്തി जो തന്നെ पिलाने വരണം. वाला का सरदार. പാനപാത്ര വാഹന്മാരുടെ നേതാവ്. हाल क्यों?
എന്തുകൊണ്ട്? एक बात आपको याद में रखना है, ഒരു കാര്യം നമ്മൾ ഓർക്കണം. ये जो व्यक्ति है ना, पिलाने वाला व्यक्ति, ये राजा को पिलाने वाला व्यक्ति, രാജാവിന്റെ പാനപാത്രവാഹകൻ, उसका और राजा का बीच में इतना स्ट्रॉन्ग रिश्ता होते हैं, കാരണം ആ വ്യക്തി രാജാവും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള राजा का ബന്ധമാണ് ഉള്ളത്. छोटा छोटा मन का बातों भी ये जानते हैं, രാജാവിന്റെ ഹൃദയത്തിൽ ചെറിയ ചെറിയ ചിന്തകൾ പോലും ഈ വ്യക്തി उन्होंने അറിയും. सब कुछ सुनने वाला है. എല്ലാം കേൾക്കുന്ന വ്യക്തിയാണ്. हालेलुया. राजा को पिलाने का समय में राजा बहुत दुखों बोलेगा भाई. രാജാവിന് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുമ്പോ രാജാവ് പല കാര്യങ്ങളും പറയും. राजा एक लेवल छोड़ेगा तो यही बोलेगा शांत हो जाओ राजा. राजा का दुखों सब किसको बोल रहे? രാജാവിന്റെ ദുഃഖങ്ങളൊക്കെ ആരോട് പറയും? किसको बोलेगा? वो पिलाने वाले और थोड़ा डालो ना. ആ പാനപാത്രവാഹകനോട് പറയും. डालने का बीच में बोलेगा देखो मैं बहुत दुखी हूँ. അല്പം വീഞ്ഞൂടെ ഒഴിച്ചു കൊടുക്കാൻ പറയും. ഒഴിച്ചു तो കൊടുക്കാൻ राजा പറയും, का ഞാൻ വളരെ पूरा दिल कौन ദുഃഖിതനാണ്. जानते? ആ കാരണം രാജാവിന്റെ എല്ലാ ഹൃദയത്തിലെ വേദനകളെല്ലാം അറിയുന്ന यही വ്യക്തിയാണ്. व्यक्ति जानते. ഈ പാനപാത്രവാഹക ദുഃഖങ്ങളെല്ലാം അറിയുന്ന परमेश्वर को വ്യക്തിയാണ്. जानते हैं. ദൈവത്തിന് അറിയാം. जोसेफ तुझे बाहर लाने के लिए ജോസഫ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ किसको तेरा साथ में कनेक्ट करके देना है. നീയുമായിട്ട് ആരെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് और കർത്താവ് यू आर അറിയാം. लिसनिंग मी. നിങ്ങൾ എന്നെ കേൾക്കുന്നുവോ? प्रभु आपके लिए भी ये काम करेगा. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. Unusual connections. അസാധാരണമായ Let കണക്ഷൻ. me repeat it. Unusual connections. പിന്നെ ആവർത്തിക്കുകയാണ്, അസാധാരണമായ Unusual kingdom കണക്ഷൻസ്. connections. അസാധാരണമായ अगर ദൈവിക प्रभु आपका രാജ്യമായിട്ടുള്ള जीवन को connections. बदलना चाहिए तो ദൈവം നിങ്ങളുടെ ജീവിതത്തെ ऐसे മാറ്റണമെങ്കിൽ जगह में प्रभु आपको ला कर रखेगा. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ That's കൊണ്ടുവരുവായിരിക്കും. not a coincidence. ഇതൊരു അസാധാരണമായ That's not സംഭവമല്ല. an accident. ഇത് ആക്സിഡന്റ് ആയിട്ടുള്ള That's a സംഭവമല്ല. pre-plan of God. Hallelujah. കർത്താവിന് വലിയൊരു പദ്ധതിയും परमेश्वर മാത്രമാണ്. पहले ही पद्धति बना कर रखा है. കർത്താവ് നേരത്തെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ച പദ്ധതിയാണിത്. Thank you Holy Spirit. ഹല്ലേലൂയ. क्या आप लोग विश्वास कर रहे हैं? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? शामना राम थे. ഹല്ലേലൂയ. Pray. सब लोग प्रार्थना कर. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. इस वचन से ഹല്ലേലൂയ. प्रभु का आत्मा आपको बात करने ഈ വചനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാ നമ്മളോട് സംസാരിക്കുകയാണ്. परमेश्वर का वचन आप सबके जीवन में ऐसे प्रभु काम करने वाला है. ദൈവത്തിന്റെ മക്കളെ നിങ്ങളോടെല്ലാം ദൈവം ഇങ്ങനെ പ്രവർത്തിക്കാൻ सिर्फ जोसेफ के ആഗ്രഹിക്കുന്നു. लिए, नहमिया के लिए, दानियल के लिए नहीं. യോസഫിന് വേണ്ടി, നെഹമ്യാവിന് വേണ്ടി, ദാനിയേലിന് വേണ്ടി മാത്രമല്ല, हम सबके जीवन में നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ കർത്താവ് थोड़ा പ്രവർത്തിക്കാൻ विश्वास ആഗ്രഹിക്കുന്നു. योग्य बन के परमेश्वर का हाथ पकड़ के चलना शुरू करो. നമ്മൾ വിശ്വസ്തയോടെ കർത്താവിന്റെ കരം പിടിച്ച് ജീവിക്കുക മാത്രം ചെയ്യുക. आप भी देखेगा നമ്മളും കാണുവാൻ ഇടയാകും. आपका बंदीगृह में कोई ആമേൻ. हालेलुया पिलाने वाला का सरदार आके पड़ा है. നമ്മളോടൊപ്പം നമ്മുടെ കാരാഗ്രഹത്തിലും ഒരു പാനപാത്രവാഹന്മാരുടെ നേതാക്കന്മാർ High വരുന്നത് കാണും. officials, വലിയ വലിയ high officials. officials with तेरा रूममेट है. നമ്മുടെ റൂംമേറ്റ് ആണ്. हाई ऑफिशियल्स अभी तेरा വലിയ ഉദ്യോഗസ്ഥർ നമ്മുടെ റൂംമേറ്റ് ആയിരുന്നു. रूममेट है. हालेलुया. कैसे आप पहुंचे इधर? എങ്ങനെയാണ് वो ഇവിടെ भी എത്തിയത്? कहाँ में? 5 स्टार होटल में नहीं है. 5 स्टार होटल में 5 स्टार नहीं। होटल हम അല്ല. सपना में क्या देखा मालूम है? നമ്മൾ സ്വപ്നത്തിൽ मैंने കാണുന്നത് जिस എന്താണ്? 5 स्टार होटल में रूम बुक कर दिया, ഞാൻ ഏത് 5 സ്റ്റാർ ഹോട്ടലാണ് റൂം ബുക്ക് ചെയ്തത്? उसी 5 स्टार होटल में पीएम का पीए आया. അവിടെ വലിയ മന്ത്രിമാരെയൊക്കെ हमने क्या सपना देखा? നമ്മളെന്താണ് സ്വപ്നം जिस കണ്ടത്? हवाई जहाज में मैंने गया, ഏത് പ്ലെയിനിലാണോ യാത്ര उसी ചെയ്യുന്നത് हवाई जहाज में ആ പ്ലെയിനില് हालेलुया बहुत बड़ा बिजनेसमैन मेरे साथ में बैठा വലിയ था. ബിസിനസ്മാൻ നമ്മോടൊപ്പം भाई ഇരിക്കുന്നു. जरूरी नहीं है इसे. പ്രിയമുള്ളവർ, ഇതിനൊന്നും आप जिस ആവശ്യമില്ല. बंदीगृह में पड़ा है, നിങ്ങൾ उस बंदीगृह में उस बड़ा आदमी को प्रभु भर्ती कर सकते हैं आपके लिए. നിങ്ങൾ ഇരിക്കുന്ന കാരാഗ്രഹത്തിൽ പോലും വലിയ വലിയ ആൾക്കാരെ നിങ്ങളോടൊപ്പം കൊണ്ടുവരാൻ കർത്താവിന് സാധിക്കും. एक परमेश्वर का दास का गवाही मैंने सुना है. ഒരു ദേവദാസന്റെ സാക്ഷി ഞാൻ കേൾക്കുന്നു. उन्होंने बाहर गांव में सऊदी अरेबिया में गया. അദ്ദേഹം സൗദി അറേബ്യ പോയി. सऊदी अरेबिया में जैसे पहुंचते സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ उसका एक पैर क्या हो गया मालूम है? एम्प्यूटेड है. അദ്ദേഹത്തിന്റെ ഒരു കാല് ഓൾറെഡി ആംപ്യൂട്ടഡ് ആണ്. आर्टिफिशियल पैर रखा है. ആർട്ടിഫിഷ്യൽ वो ആയിട്ടുള്ള भी उस കാല് जमाने का വെച്ചിരിക്കുകയാണ്. स्टील का कुछ पैर था. അന്നത്തെ കാലത്ത് സ്റ്റീൽ लेकिन वो ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കാല് अच्छा से चलते. നന്നായിട്ട് നടക്കാനൊക്കെ സാധിക്കും. सऊदी एयरपोर्ट में लैंड हो गया ना, സൗദി എയർപോർട്ടിൽ वो എത്തിയപ്പോൾ इमिग्रेशन का लाइन में खड़ा था. എമിഗ്രേഷന്റെ ലൈനിൽ നിന്നപ്പോൾ जल्दी सायरन बजाना शुरू किया. പെട്ടെന്ന് സൈറൻ മുഴങ്ങാൻ लोग തുടങ്ങി. भागा. എല്ലാരും ഓടി. पुलिस वाला उनको सरेंडर किया. പോലീസുകാരൻ വന്ന് ഈ പാസ്റ്ററെ പിടിച്ചു. पुलिस वाला उनको चारों तरफ आया. പോലീസുകാരൻ सऊदी पुलिस, अरबों पुलिस. സൗദിയിൽ അറബി പോലീസ് क्योंकि വന്ന് പിടിച്ചു. ये जो क्या बोलते हैं, कोई सिग्नल मिला, कोई मेटल उनका शरीर में है. ഇങ്ങനെ സൈറൻ മുഴങ്ങിയത് കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ बेचारे उनको മെറ്റലുണ്ടെന്ന് पता भी नहीं मिला क्या हो रहे. അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ अरे എന്ത് पुलिस वाले സംഭവിക്കുന്നു. उनके पास आने के लिए डरते हैं, क्योंकि कोई लगा ऐसा कुछ चीज छुपा कर रखे लेके आया है. പോലീസുകാർ പോലും പാസ്റ്റർ അടുക്കൽ വരെ ഭയപ്പെട്ട് കാരണം വല്ല എന്തെങ്കിലും മറച്ചു सब വെച്ചിട്ടുണ്ടോ. लोग भागा. എല്ലാരും ഓടിപ്പോയി. कुछ समय के अंदर കുറച്ച് സമയത്തിനുള്ളില് इसको जांच किया, तभी मालूम पड़ा बेचारा
amputed है. അദ്ദേഹത്തിനെ പരിശോധിച്ചപ്പോഴാണ് वो पुलिस वाला മനസ്സിലായത് को बहुत दुख हो गया. കൃത്രിമ കാല് വെച്ചിരിക്കുകയാണ്. एयरपोर्ट पुलिस का सबसे बड़ा टॉप डायरेक्टर मेधावी ने कहा उनको सही सलामत बाहर लेके जाओ. പോലീസുകാർക്ക് വലിയ ദുഃഖം തോന്നി. അതുകൊണ്ട് ആ എയർപോർട്ട് അതോറിറ്റിയുടെ നേതാവ് പറഞ്ഞു ഇദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് വെളിയിൽ व्हील എത്തിക്കുക. चेयर लेके आया, വീൽ ചെയർ व्हील കൊണ്ടുവന്ന് चेयर में बिठाया. എയർപോർട്ടിൽ വീൽ ചെയറിൽ ഇരുത്തി हालेलुया. फिर उनको धीरे धीरे बाहर लेके जा रहे. അദ്ദേഹത്തെ പാസ്റ്റർ പതുക്കെ പതുക്കെ വെളിയിൽ കൊണ്ടുപോയി. पुलिस वाला. പോലീസുകാർ तो सब लोगों को पक्का हो गया इनको अरेस्ट करके लेके जा रहे. എല്ലാരും ചിന്തിച്ചു ഈ പാസ്റ്റർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാന്ന്. पास्टर है, सेवकाई के लिए गए हैं. ശുശ്രൂഷയ്ക്ക് വേണ്ടി സൗദി പോയ വ്യക്തിയാണ്. बाहर जो पास्टर को रिसीव करने के लिए दूसरा पास्टर आया ना, ഈ പാസ്റ്റർ സ്വീകരിക്കാൻ വേണ്ടി उन्होंने എയർപോർട്ട് देखा വെളിയിൽ पुलिस നിന്ന് वाला മറ്റേ लेके आ പാസ്റ്റർ നോക്കിയപ്പോൾ ഇദ്ദേഹത്തെ പോലീസുകാരൻ വീൽ ചെയറിൽ वो पास्टर കൊണ്ടുവന്നു. भागा. वो पास्टर भागा. സ്വീകരിക്കാൻ നിന്ന പാസ്റ്റർ डर के भागा. മാറി പേടിച്ച് अभी अगले ഓടിപ്പോയി. उनको भी अरेस्ट करेगा. അല്ലെങ്കിൽ ഈ പാസ്റ്റർ ഇവിടെ പിടിക്കുമെന്ന് सिर्फ ഓർത്തു. भागा नहीं, उन्होंने मोबाइल स्विच ऑफ किया. ഓടിപ്പോകുക മാത്രമല്ല മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു डर का वजह से. ഭയം കൊണ്ട്. बेचारा अभी रास्ता में खड़ा है, उसको जानता नहीं है कहाँ जाना है. ഇപ്പൊ സൗദി പോയി വിസിറ്റിങ്ങിന് പോയി പാസ്റ്റർ വഴി നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല. उसको कोई जगह का नाम भी जानता नहीं. ഒരു സ്ഥലത്തിന്റെ പേര് പോലും അദ്ദേഹത്തിന് അറിയില്ല. कोई एक फोन भी, सब मोबाइल्स एक साथ स्विच ऑफ हो गया. എല്ലാ മൊബൈൽസ് അറിയുന്നവരെല്ലാം जितना മൊബൈൽസ് पहचानता था सबका मोबाइल एक साथ स्विच ऑफ हो गया. സൗദിയിൽ അറിയുന്നവർ മൊബൈൽ എല്ലാം അവർ സ്വിച്ച് ഓഫ് ചെയ്തു. और पुलिस वाला बाहर छोड़ दिया, പോലീസുകാരൻ വന്ന് വെളിയിൽ വിട്ടു. वो खड़ा है उधर. പാസ്റ്റർ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. तो उनका गांव वाला एक व्यक्ति को देखा, അപ്പോൾ നാട്ടിലുള്ള ഒരു വ്യക്തിയെ കണ്ടു. तो पहचानते ना, तो उन्होंने आके पूछा क्या हो गया, कहाँ हम जाने. അദ്ദേഹം ചോദിച്ചു, तो उनका पत्नी भाग के आके कहा नहीं नहीं बात मत करो उससे क्योंकि उनको अभी पुलिस पकड़ा है. അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു सऊदी അദ്ദേഹത്തോട് पुलिस, अरब पुलिस. സംസാരിക്കരുത്. देखो അദ്ദേഹത്തെ वो പോലീസ് थोड़ा डेंजरस है, अरब पुलिस बोलेगा तो एयरपोर्ट से पकड़ेगा. तो क्या बातों में बताया, तो इन्होंने कहा देखो मैं पास्टर हूँ, സംസാരിച്ചു പറഞ്ഞു ഞാൻ ദേവദാസനാണ്, लेकिन मुझे पिक करने के लिए जो लोग आए उनका सब मोबाइल स्विच ऑफ. എന്നാൽ എന്നെ വിളിക്കാൻ വന്നവരുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആണ്. ये गांव वाला विश्वास ही नहीं है, ഈ लेकिन उन्होंने एक बस टिकट बुक करके दिया. ആ കണ്ട ആള് നാട്ടുകാരൻ വിശ്വാസിയല്ല, പക്ഷെ वो भी ഒരു ബസ് बहुत ടിക്കറ്റ് दूर ബുക്ക് का ചെയ്ത് बस കൊടുത്തു. അത് വളരെ ദൂരത്തുള്ള ഒരു ബസ്, 12-13 घंटा ट्रैवल करना चाहिए. 10-12 और മണിക്കൂർ कहा ദൂരെയുള്ള इस ഒരു ബസ്. जगह में बहुत विश्वासी लोग रहते, उधर जाके ढूंढो बोला. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു അവിടെ ഒത്തിരി വിശ്വാസികളുള്ള സ്ഥലമാണ്, അവിടെ പോയി നിങ്ങൾ അന്വേഷിക്കും. इन्होंने उस बस पे बैठा, അദ്ദേഹം ഈ പാസ്റ്റ് ആ ബസ്സിൽ 4-5 घंटा ट्रैवल करने के बाद 4-5 മണിക്കൂർ ട്രാവൽ ചെയ്തതിനു ശേഷം हालेलुया एक जैसे जगह में रुकते हैं ना, टॉयलेट फैसिलिटी है, वहां बस रुक दिया. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് ബസ് और നിന്നപ്പോൾ बस वाला बोला सब लोग जाके आ जाइए. ബസ്സുകാർ പറഞ്ഞു എല്ലാവർക്കും പുറത്ത് इन्होंने കൊണ്ടുവരാം. बाहर उतर के इधर उधर देखा, पूरा मरुभूमि है. ഈ പാസ്റ്റ് വെളി നോക്കിയപ്പോൾ എല്ലായിടവും तो मरुभूमि में ഈ മരുഭൂമിയില് एक पत्थर के ऊपर ഒരു കല്ലിന് एक മുകളിൽ आदमी दोनों हाथ सिर पे रखे बैठा है. ഒരു വ്യക്തി 2 കൈയും തലയിൽ വെച്ചിരിക്കുക. जाके उनसे बात किया, പോയി ആ വ്യക്തിയോട് സംസാരിച്ചു. जाके उनसे बात किया. ആ വ്യക്തിയോട് പോയി तो वो സംസാരിച്ചു. एक केरला वाला मलयाली है. ആ വ്യക്തി ഒരു മലയാളിയായിരുന്നു. बात करने के समय में मालूम पड़ा ये पास्टर है. സംസാരിച്ച മനസ്സിലായി तो पूरा പാസ്റ്റർ. कहानी बताया, मुझे जानता नहीं है कहाँ जाना है. എനിക്കറിയില്ല എവിടെ പോണോന്ന് അദ്ദേഹം പറഞ്ഞു. तुरंत इस व्यक्ति ने उसका पत्नी को फोन करके कहा आज मेरे साथ में गेस्ट आ रहे, रूम रेडी करो. പെട്ടെന്ന് ഈ വ്യക്തി വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു എന്റെ കൂടെ ഒരു ഗസ്റ്റ് ये വരുന്നുണ്ട്, सऊदी का बहुत बड़ा बिजनेसमैन. റൂം റെഡിയാക്കുക. ഈ വ്യക്തി സൗദിയിലെ വലിയൊരു ബിസിനസ്മാൻ उन्होंने क्या ആയിരുന്നു. कहा मालूम है, അദ്ദേഹം എന്താണ് मैं പറഞ്ഞത്, आज तक इस रूट में बस में गया नहीं, ഞാൻ ഇന്ന് വരെ ഈ റൂട്ട് ഞാൻ ബസ് യാത്ര आज तक ചെയ്തിട്ടില്ല. इस रूट में बस में गया नहीं, मैं हमेशा फ्लाइट में जाते, ഞാൻ എപ്പോഴും ഫ്ലൈറ്റിൽ പോകുന്ന വ്യക്തിയാണ്. हमेशा मैं फ्लाइट में ट्रैवल करने वाला. इस रूट में कभी भी मैं बस में गया नहीं, 12-13 घंटा लगेगा. ഞാൻ ഇതുവരെ ഈ റൂട്ട് ബസ് യാത്ര ചെയ്തിട്ടില്ല, കാരണം 10-12 മണിക്കൂർ എടുക്കും. ഞാൻ എപ്പോഴും लेकिन ഫ്ലൈറ്റിലാണ് യാത്ര बाय ചെയ്യുന്നത്. मिस्टेक आज मुझे बस में जाना पड़ा, मैं बहुत दुखी था. എന്നാൽ हालेलुया. ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ബസ്സിൽ പോകേണ്ടി വന്നു. ഞാൻ വളരെ ദുഃഖത്തോടെ ആയിരുന്നു. मैं कहना चाहता ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, फ्लाइट में नहीं, ഫ്ലൈറ്റിലല്ല. आप जिस जेल में पड़ा है उसके अंदर भी कुछ लोगों को आपके साथ में कनेक्ट करके दे सकते हैं. നിങ്ങളായിരിക്കുന്ന ജയിലിൽ പോലും കർത്താവ് ചില വലിയ വ്യക്തികളെ നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്ത് हालेलुया. ഹല്ലേലൂയ, ആമേൻ, धन्यवाद यीशु. ഹല്ലേലൂയ. कप बेअरर പാനപാത്രവാഹൻ, जो राजा के साथ में एकदम अच्छा रिश्ता. രാജാവുമായിട്ട് നല്ലൊരു ബന്ധം. ना तो जोसेफ कभी भी वहां बाहर आने वाला नहीं, അല്ലെങ്കിൽ ഒരിക്കലും യോസഫിന് പുറത്തു വരാൻ സാധിക്കില്ലായിരുന്നു. क्योंकि परमेश्वर को जानते ദൈവത്തിന് അറിയാം किसके साथ में आपको कनेक्ट करके देना. ആരുമായിട്ട് ഏത് വ്യക്തിയായിട്ട് നിങ്ങളെ കണക്ട് वो ചെയ്യണമെന്ന് शायद കർത്താവിന് 4 അറിയാം. साल पहले कनेक्ट किया होगा, നേരത്തെ തന്നെ കണക്ട് वो ചെയ്തായിരിക്കാം, भूल गया भी होगा. ചിലപ്പോ മറന്നു കാണും. जैसे जेनसन ने गवाही बोला वैसे ജനസ സാക്ഷ്യം बहुत പറഞ്ഞതുപോലെ पहले का इंस्ट्रक्टर ने फोन किया बोलेगा तो നേരത്തെ याद किया നേരത്തെ ഉള്ള
कभी याद किया? ഓർത്തു. जब जरूरी पड़ा तभी याद किया. ആവശ്യം വന്നപ്പോൾ ഒരു ഓർമ്മ. पहले ही याद करते तो. നേരത്തെ ഓർത്തിരുന്നുവെങ്കിൽ बाइबल में क्या लिखा है मालूम है? ബൈബിൾ എന്താണ് इस എഴുതിയിരിക്കുന്നത്? जो पिलाने वालों का सरदार जोसेफ को भूल गया. ഈ പാനപാത്രവാഹന്മാരുടെ നേതാവ് യോസഫിനെ മറന്നു जोसेफ को കളഞ്ഞു. हमेशा लोग भूल जाते हैं. യോസഫിനെ എപ്പോഴും എല്ലാരും മറക്കുമായിരുന്നു. माता पिता भूल गया, മാതാപിതാക്കൾ മറന്നു, भाइयों भूल गया, സഹോദരന്മാരും उनको മറന്നു. लगा बच्चा मर गए, അവർ भूल ചിന്തിച്ചു गया, उसका नाम മരിച്ചു भी കാണും, भूल गया. പേര് പോലും മറന്നു. लेकिन परमेश्वर कभी भूलने वाला എന്നാൽ നമ്മുടെ नहीं. കർത്താവ് ഒരിക്കലും सब लोग മറക്കില്ല. भूला तो भी എല്ലാരും മറന്നു. परमेश्वर कभी भूलने वाला നമ്മുടെ नहीं. കർത്താവ് ഒരിക്കലും क्या മറക്കില്ല. आपको विश्वास है आपको प्रभु कभी भूलेगा नहीं? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങളെ കർത്താവ് ഒരിക്കലും ये മറക്കില്ല? व्यक्तिगत रूप में परमेश्वर का आत्मा आपको कह रहे गॉड विल नेवर फॉरगेट വ്യക്തിപരമായിട്ട് यू. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് കർത്താവ് നിങ്ങളെ ഒരിക്കലും प्रभु മറക്കില്ല. कभी भी आपको भूलेगा नहीं. ദൈവം ഒരിക്കലും നിങ്ങളെ प्रभु മറക്കില്ല. कभी भी आपको भूलेगा नहीं. ദൈവം ഒരിക്കലും നിങ്ങളെ മറക്കില്ല. क्यों उन्होंने भूला? എന്തുകൊണ്ടാണ് മറന്നത്? छुटकारा പാനപാത്രവാഹൻ. का समय हुआ नहीं. കാരണം യോസഫിന് अगर വിടുതൽ इस സമയം जो ആയില്ല. पिलाने അതുകൊണ്ട്. वाला का सरदार बाहर जाके ഈ പാനപാത്രവാഹൻ ജയിലിൽ നിന്ന് പുറത്തു राजा के പോയിട്ട് साथ में कोई क्या बोलते हैं हले लड़का रिकमेंडेशन करके രാജാവിനോട് ഇങ്ങനെ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണ്, जोसेफ को आजाद करेगा तो യോസഫിനെ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് യോസഫിനെ വെളിയിൽ जोसेफ को क्या होने ഇറക്കി. वाला था? യോസഫിന് ചെയ്ത് എന്ത് जोसेफ സംഭവിക്കും? को सीधा उनका पापा का घर में भेजने वाला. യോസഫിനെ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് അയക്കുമായിരുന്നു. वायदा पूरा होगा नहीं. അങ്ങനെ യോസഫിന്റെ ലഭിച്ച വാഗ്ദത്തം വാഗ്ദത്തം क्या है? പൂർത്തിയാകില്ല. വാഗ്ദത്തം എന്താണ്? वायदा मिस्री का आमीन. देश का प्रधानमंत्री तुम बनने वाला है. മിസ്രൈം ദേശത്തിന്റെ പ്രധാനമന്ത്രിയാകുക എന്നതായിരുന്നു വാഗ്ദത്തം. उसके लिए तुझे इंतजार करना. അതിനുവേണ്ടി നീ കാത്തിരിക്കണം. पेशेंस ക്ഷമ വേണം. बहुत इंपॉर्टेंट है मेरा प्यारो. ക്ഷമ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ आपको കാര്യമാണ്. धीरज मिलने के लिए प्रार्थना करना നമുക്ക് चाहिए. ക്ഷമ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ अपना जीवन में धीरज जब टूट जाएगा നമ്മുടെ ജീവിതത്തിലെ ക്ഷമ നശിക്കുമ്പോൾ परमेश्वर का काम हम रुक जाएगा. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ ऐसे തടയപ്പെടുന്നത്. प्रार्थना करो प्रभु मुझे पेशेंस दे दो. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ मुझे എനിക്ക് നല്ല धीरज ക്ഷമ मांगना है. തരണമേ, കാത്തിരിക്കാനുള്ള ക്ഷമ आपका തരണമേ. समय के लिए इंतजार करने की. കർത്താവേ നിന്റെ കറക്റ്റ് സമയത്തിന് വേണ്ടി दुखी मत കാത്തിരിക്കാനുള്ള हो ക്ഷമ जाओ, തരണമേ. कुटकुटाओ मत. ഒരിക്കലും मैंने പിറുപിറുക്കരുത്, मैंने आपको ദുഃഖിക്കരുത്. कहा मैंने बाइबल में कहां भी देखा नहीं ഞാൻ ബൈബിളിൽ എങ്ങും കണ്ടിട്ടില്ല जोसेफ कुटकुटा के प्रार्थना की. യോസഫ് എവിടെയെങ്കിലും जोसेफ कभी പിറുപിറുത്തതായിട്ട്. भी कहा नहीं യോസഫ് ഒരിക്കലും प्रभु പറഞ്ഞിട്ടില്ല मैंने सोचा उन्होंने मुझे बचाएगा वो भी मुझे भूल गए, ये क्या काम है प्रभु, ऐसे क्यों मेरे साथ में धोखा दे रहे. जोसेफ ऐसे प्रार्थना किया യോസഫ് ഒരിക്കലും ഇങ്ങനെ പറയില്ല കർത്താവേ ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ മറന്നു എന്ന്. नहीं प्रार्थना किया ഒരിക്കലും യോസഫ് क्योंकि അങ്ങനെ उनको പറഞ്ഞില്ല. जानते കാരണം യോസഫിനെ उनको അറിയാം. बुलाया परमेश्वर विश्वास ആമേൻ. योग्य. എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനെന്ന് क्या യോസഫിനെ आपको അറിയാം. जानते हैं നിങ്ങൾക്കറിയാമോ आपको बुलाया परमेश्वर विश्वास നിങ്ങളെ योग्य. വിളിച്ച കർത്താവ് വിശ്വസ്തനെന്ന് നിങ്ങൾക്കറിയാമോ? वो रास्ता में चोट के जाने वाला नहीं. ആ കർത്താവ് ഒരിക്കലും നിങ്ങളെ വഴിയിലോട്ടേച്ച് उन्होंने പോകുന്നില്ല. आपका जीवन में कुछ काम शुरू करके ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവൃത്തി തുടങ്ങി आधा കഴിഞ്ഞാൽ अधूरा छोड़ के जाने वाला नहीं है. പകുതി വഴിക്ക് അത് പൂർത്തിയാകാതെ He ഇട്ടേച്ച് will പോകുകയില്ല. finish the work he has started in your life. നിന്റെ ജീവിതത്തിൽ എന്താണോ കർത്താവ് തുടങ്ങിയത് കർത്താവ് അതിനെ आपका പൂർത്തിയാക്കുകയാകും. जीवन में जो काम परमेश्वर शुरू किया उसको पूरा करेगा. നിന്റെ ജീവിതത്തിൽ കർത്താവ് ആരംഭിച്ച പ്രവൃത്തിയെ കർത്താവ് അത് പൂർത്തിയാക്കുകയാകും. ആമേൻ. मेरा जीवन में എന്റെ बोलो ജീവിതത്തിൽ ना सब लोग मेरा जीवन में നമുക്ക് പറയാം എന്റെ ജീവിതത്തിൽ परमेश्वर जो काम शुरू किया കർത്താവ് ഏത് പ്രവൃത്തിയാണ് वो തുടങ്ങിയത് पूरा करेगा, കർത്താവ് അത് പൂർത്തിയാക്കും. ആമേൻ. परफेक्ट करेगा, കർത്താവ് അത് പെർഫെക്റ്റ് वो ആയിട്ട് अच्छा से പൂർത്തിയാക്കും. पूरा करेगा. നന്നായിട്ട് അത് मैं പൂർത്തീകരിക്കും आप കർത്താവ്. सबको देख के भविष्यवाणी बोलना चाहता हूँ. നിങ്ങളെല്ലാം നോക്കി പ്രവചിച്ച് പറയുകയാണ് अल्पा लामा शकमाना आपका जीवन का काम सिर्फ अधूरा है, നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രവൃത്തി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. लेकिन अधूरा छोड़ के प्रभु जाएगा नहीं. എന്നാൽ പൂർത്തിയാകാതെ ഇട്ടേച്ച് കർത്താവ് आपके പോകുകയില്ല. लिए वो शायद असंभव होगा, നിങ്ങൾക്ക് ചിലപ്പോൾ അത് लेकिन അസാധ്യമായിരിക്കും. प्रभु के लिए कुछ भी असंभव नहीं നമ്മുടെ है. കർത്താവിന് ഒന്നും അസാധ്യമല്ല. आपका बल से आपका बुद्धि से नहीं, നിങ്ങളുടെ ബലം കൊണ്ടോ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ അല്ല. परमेश्वर का सामर्थ्य से, കർത്താവിന്റെ ശക്തിയാൽ वो ബലത്താല് उनका हाथ का बल से. കർത്താവിന്റെ ഭുജ अगर ബലത്താല് परमेश्वर आपका अनुकूल है तो, കർത്താവ് നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ परमेश्वर आपका साथ में है तो, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ सब खबरों नकारात्मक आने दीजिए. എല്ലാ നെഗറ്റീവായ കാര്യങ്ങൾ വന്നോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ. कितने खबरों हमारे नकारात्मक है. എത്രയോ ന്യൂസുകൾ क्षमना, रामधन നെഗറ്റീവായിട്ട് रगदला. लेकिन प्रभु आपका जीवन में चमत्कार करेगा. എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ लोग ചെയ്യട്ടെ. आपको कुछ लोगों को कह रहे हैं ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളോട് कुछ विषय പറയുകയാണ് में प्रभु रिकंसिलेशन का काम करेगा. ചില വിഷയങ്ങളിൽ കർത്താവ് റീകൺസിലേഷൻ That's a plan of God. That's a plan കർത്താവിന്റെ of God. പദ്ധതിയാണത്. कुछ विषय में प्रभु मेल का काम रिकंसिलेशन का काम करेगा. ചില വിഷയങ്ങളിൽ ചില പ്രവൃത്തിയിൽ കർത്താവ് That's a plan of God. കർത്താവ് आप जो सोच रहे हैं ഒരുമിപ്പിക്കുകയാണ്. उससे बहुत आगे प्रभु सोचते हैं. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒത്തിരി മുന്നോട്ടാണ് കർത്താവ് आपका ചിന്തിക്കുന്നത്. सोच से परे है परमेश्वर का सोच. നമ്മുടെ ചിന്തയേക്കാൾ ഉപരിയാണ് കർത്താവിന്റെ ചിന്ത. हालेलुया. ഹല്ലേലൂയ.
परमेश्वर बहुत ब्यूटीफुल स्क्रिप्ट बना के रखा है आपका जीवन के बारे നമ്മുടെ में। ജീവിതത്തെ പറ്റി വളരെ മനോഹരമായ സ്ക്രിപ്റ്റ് കർത്താവ് आप എഴുതി बहुत വെച്ചിരിക്കുന്നു. छोटा स्क्रिप्ट बना के रखा है। നമ്മൾ ചെറിയൊരു സ്ക്രിപ്റ്റ് ആണ് आप എഴുതി बंदी വെച്ചിരിക്കുന്നത്. गृह में बैठ के ऐसा स्वप्न देख रहे हो। നമ്മൾ കാരാഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. अभी जो जिसको मैंने मदद किया, भविष्यवाणी दिया, ആർക്കാണോ ഞാൻ ആലോചന കൊടുത്ത് वो സഹായിച്ചത്, राजा के पास जाके मेरे बारे में ആ बताएगा, പാനപാത്രവാഹൻ ഇപ്പോൾ രാജാവിന്റെ അടുക്കൽ എന്നെ मुझे പറ്റി अभी इधर से പറയും, बाहर लाएगा। എന്നെ ഈ കാരാഗ്രഹത്തിൽ പുറത്തു കൊണ്ടുപോകും. जोसेफ का हालेलुया जगह में हम होते तो യോസഫിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ अपना सपना वही था, നമ്മുടെ होने वाला നമ്മുടെ था। സ്വപ്നം We will dream ചെയ്യാതായിരിക്കും. like that, हालेलुया। हम ऐसा सपना देखने वाले നമ്മൾ हैं। അങ്ങനെ സ്വപ്നം കാണും. अभी मुझे छुड़ाएगा, ഇപ്പോൾ ഈ मैं രാജാവ് वापस തന്നെ പിടിക്കും, किसी के घर में गुलाम बन के जिएगा। പിന്നെ ഞാൻ ആടേലും വീട്ടിൽ നിന്ന് भाई, അടിമയായിട്ട് ജീവിക്കും. नहीं नहीं नहीं, वो कॉम्प्रोमाइज्ड सपना है। പ്രിയമുള്ളവരെ, ഒരിക്കലും അതല്ല. അങ്ങനെ That's a അതൊരു കോംപ്രമൈസ്ഡ് compromised ആയിട്ടുള്ള dream. That's a സ്വപ്നമാണ്. compromised dream. അതൊരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള That is not സ്വപ്നമാണ്. God's plan about your life. നിന്റെ ജീവിതത്തെ പറ്റിയുള്ള കർത്താവിന്റെ That's പദ്ധതി അല്ലത്. not God's plan about your life. ദൈവത്തിന്റെ പദ്ധതി അല്ല അത്. നിന്റെ परमेश्वर ജീവിതത്തെ की പറ്റി. पद्धति सबसे बेहतर है। കർത്താവിന്റെ പദ്ധതി ഏറ്റവും ബ്യൂട്ടിഫുൾ As ആണ്. a child of God, you deserve it. ദൈവമക്കളെ, അത് നിങ്ങൾക്ക് Hey അർഹതപ്പെട്ടതാണ്. Joseph, क्या आपको विजन मिला है? യോസഫേ, നിനക്ക് ദർശനം കിട്ടിയോ? आपको वापस गुलाम बनाने का विजन मिला है? നിനക്ക് പിന്നെ നീ അടിമത്തത്തിലേക്ക് പോകാനുള്ള Then why you are ദർശനമാണ് കിട്ടിയത്. compromising? പിന്നെ നീ എന്തിനാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? क्या सिर्फ आप वो ही डिजर्व कर रहे? നീ ഇതാണോ, നീ ഇത്ര മാത്രം Let അർഹിക്കുന്നുള്ളൂ? you ask that question to yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം अपने आप को ചോദിക്കുക. उसी सवाल पूछो, क्या मैं निगलोड़- यही डिजर्व कर रहे? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക, ഇത്രയും ഞാൻ Can somebody say, Lord, I am deserving something more. നമുക്ക് പറയാം, കർത്താവ് ഇത് കൂടുതൽ ഞാൻ I am അർഹിക്കുന്നു. deserving something more. ഇതിലും ധാരാളമായി ഞാൻ അർഹിക്കുന്ന I'm a child of വ്യക്തിയാണ്. God. ഞാൻ ദൈവത്തിന്റെ I have പൈതലാണ്. promises. എനിക്ക് I വാഗ്ദത്തങ്ങളുണ്ട്. kept my integrity in my life. എന്റെ ജീവിതത്തിൽ ഞാൻ हाँ, उस जो मैं ईमानदार होकर जिया, मैं विश्वास योग्य बनकर ഞാൻ जिया, സത്യസന്ധതയോടെ വിശ്വസ്തയോടെ ജീവിച്ച मुझे വ്യക്തിയാണ്. इससे अच्छा कुछ होना चाहिए. എന്റെ ജീവിതത്തിൽ ഇതിൽ ശ്രേഷ്ഠമായി നടക്കണം. This is not what I am deserving. ഞാൻ ഇത് അർഹിക്കുന്ന കാര്യമല്ല ഇത്. Hallelujah. ഹല്ലേലൂയ. प्रभु आपके लिए करेगा. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. Hallelujah. परमेश्वर का पद्धति बहुत बेहतर है। ദൈവത്തിന്റെ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമാണ്. सही समय में प्रभु हालेलुया ആമേൻ, ആമേൻ. आपके बारे में, आपका पद्धति को पूरा करने के लिए उस व्यक्ति को कहेगा, जोसेफ को याद करो. ദൈവം തന്നെ കറക്റ്റ് സമയത്തിൽ കർത്താവിന്റെ പദ്ധതിയെ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു വ്യക്തിയോട് പറയും, യോസഫിനെ ഓർക്കുവാൻ വേണ്ടി. नहम्याह was a cupbearer. നെഹമ്യാവ് ഒരു പാനപാത്രവാഹനായിരുന്നു. happy life, സന്തോഷമുള്ള ജീവിതം. happy life. नहम्याह को क्या किस चीज का कमी है? നെഹമ്യാവിന്റെ ജീവിതത്തിൽ എന്തിന്റെ കുറവായിരുന്നു? कुछ कमी नहीं है. ഒന്നിനും കുറവില്ലായിരുന്നു. एकदम एक ऊंचे पोजीशन में काम कर रहे हैं. രാജകൊട്ടാരത്തിൽ ഉയർന്ന പദവിയിലാണ്. मैं एक बात आपको कहना चाहता हूँ. ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. अगर आपका जीवन में നിങ്ങളുടെ ജീവിതത്തില് कपबेरर टू नेशन बिल्डर बनना चाहिए तो നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാനപാത്രവാഹകയിൽ നിന്ന് ഒരു രാജ്യം പണിയുന്ന വ്യക്തിയായി തീരണം. अगर आपका जीवन में നിങ്ങളുടെ ജീവിതത്തിൽ पिलाने वाला का उस काम से പാനപാത്രവാഹകന്റെ ജോലി परमेश्वर का राज्य का सबसे बड़ा काम करने वाले एक सरदार बनाना चाहते तो, ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരണം. एक राज मिस्त्री बनाना चाहते तो ഒരു രാജ്യ ശില്പിയായി നിങ്ങൾ മാറണമെങ്കിൽ आप उस जो कपबेरर का काम में संतुष्ट मत रहो. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള പാനപാത്രവാഹ ജോലിയിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കരുത്. I said something. ഹല്ലേലൂയ. I said something. ഞാൻ ചിലത് പറഞ്ഞു. मैंने कुछ कहा. अगर जोसेफ का जीवन में प्रभु ने एक कपबेरर को लाया, യോസഫിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരു പാനപാത്രവാഹനെ കൊണ്ടുവന്നു. नहम्याह, നെഹമ്യാവേ, तुझे परमेश्वर क्यों एक कपबेरर बनाया? നെഹമ്യാവേ, നിന്നെ ദൈവം എന്തുകൊണ്ട് ഒരു പാനപാത്രവാഹനാക്കി? हेलो नहम्याह, तुझे उस नौकरी क्यों मिला? നെഹമ്യാവേ, നിനക്ക് ജോലി എങ്ങനെ ലഭിച്ചു? नहम्याह, तुम राजमहल में क्यों नौकरी कर रहे? നെഹമ്യാവേ, നീ എന്തുകൊണ്ട് രാജകൊട്ടാരത്തിൽ ജോലി अभी कौन ചെയ്യുന്നു? सा राजा का? ഇപ്പോൾ ഏതാണ് ആ രാജാവ്? पर्शियन किंग. പേർഷ്യൻ രാജാവ്. पर्शियन किंग का कप के अंदर പേർഷ്യൻ രാജാവിന്റെ ആ കപ്പിന്റെ ഉള്ളില് कौन वाइन डाल के दे रहे? ആരാണ് വീഞ്ഞു കൊടുക്കുന്നത്? बोलिए ना, നെഹമ്യാവ്. कौन है नहम्याह? നെഹമ്യാവ് ആരാണ്? है? नहीं, कुछ बात बहुत इंपॉर्टेंट है. ये नहम्याह कौन है? उसका मूल, उसका रूट क्या है? നെഹമ്യാവ് ആരാണ്? यहूदी. ഒരു യഹൂദനായ വ്യക്തി. यहूदी യഹൂദനായ कौन है? यहूदी. യഹൂദൻ ആരാണ്? बाबुलोन में बंधुआई में लेके गया वो लोग. ബാബിലോണിലേക്ക് ബന്ധനത്തിൽ പിടിച്ചുകൊണ്ട് പോയി. कौन है यहूदी? ആരാണ് യഹൂദൻ? एस्तर का हालेलुया अंकल एस्तर को कहा
तुम कौन सा कुल का है, तेरा जाति किसी को मत बताओ. എസ്തേറിന്റെ അങ്കിള് മൊർദെഖായി പറഞ്ഞു നിന്റെ കുലം ഏതാണ് നീ ഒരിക്കലും अगर तेरा പറയരുത്. जाति खुला बताएगा तो നിന്റെ ജാതി കുലം നീ പറഞ്ഞു കഴിഞ്ഞാൽ तेरा जान भी नष्ट होने वाला है. നിന്റെ ജീവൻ പോലും നഷ്ടമായി हेलो, പോകും. उसी यहूदी അതേ യഹൂദൻ अगर राजा का कप में वाइन डालते तो इसका मतलब क्या है? രാജാവിന്റെ കപ്പിൽ വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന അതിന്റെ അർത്ഥം എന്താണ്? मैंने इसे कल्पना में देख रहे हो. ഞാൻ ഇങ്ങനെ സങ്കല്പത്തിൽ കാണുകയാണ്. ये जो हायर ऑफिसर्स को जब चुनते हैं ना, ഈ വലിയ വലിയ ഓഫീസർമാരെ തെരഞ്ഞെടുക്കുമ്പോൾ उसका पीछे बहुत इन्वेस्टिगेशन होते हैं. അതിന്റെ പുറകിൽ അവരെ പറ്റി ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കും. हेलो, सही है ना? अभी भारत का कोई विजिलेंस रिसर्च एंड एनालिस्ट विंग रॉ में कुछ लोगों को चुनते हैं. ഭാരതത്തിലെ റോ പോലുള്ള അതിലേക്ക് ആൾക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ कितना बैकग्राउंड चेक होते हैं मालूम है? അവരെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കും. पुलिस का क्लियरेंस चाहिए. പോലീസിന്റെ ക്ലിയറൻസ് गांव ഒക്കെ में വേണം. पापा दादा सबका स्टोरी पकड़ेगा. അവരുടെ നാട്ടിൽ പോയിട്ട് അവരുടെ വീട്ടുകാരുടെ എല്ലാ സ്റ്റോറി हाँ, അന്വേഷിക്കും. कोई दादा परदादा का जीवन में कुछ मिस्टेक है तो इनको रखने वाला नहीं है. അവരുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അവരെ എടുക്കുകയില്ല. सही है क्या? ഇത് ശരിയാണോ? Is it right what I am saying? ഞാൻ പറയുന്നത് ശരിയാണ്. अभी राजा को पिलाने के लिए एक व्यक्ति को अपॉइंट करने से पहले कितना जांच किया होगा? ഈ രാജാവിന്റെ പാനപാത്ര വാഹനം തെരഞ്ഞെടുക്കുന്നതിന് മുന്നേ ആ വ്യക്തിയെ പറ്റി എന്തെല്ലാം അന്വേഷിച്ചു? नहम्याह का पुस्तक का पहले अध्याय में पहले आयत में उसका पापा का नाम बताइए. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പറയുന്നു. हगलिया का बेटा, ഹഗലിയാവിന്റെ മകനായ നെഹമ്യാവ്. हगलिया का पापा का भी स्टोरी निकालने के बाद में इसका अपॉइंटमेंट किया है. നെഹമ്യാവിന്റെ പിതാക്കന്മാരുടെ എല്ലാ കഥ അന്വേഷിച്ച ശേഷമായിരിക്കും നെഹമ്യാവിനെ തെരഞ്ഞെടുത്തത്. मुझे लग रहा है इसे എനിക്ക് അങ്ങനെ തോന്നുന്നു. शायद पुलिस रिपोर्ट आया होगा. പോലീസ് റിപ്പോർട്ട് വന്നു. क्या आया होगा मालूम है? എന്തായിരിക്കും വന്നത്? यहूदी है, അവൻ യഹൂദനാണ്. यहूदी है, യഹൂദനാണ്, उसको रखना नहीं. അവനെ വെക്കരുത്. सही है ना? सुन रहे ना आप लोग? നിങ്ങൾ കേൾക്കുന്നു? हेलो, क्या मिलेगा? नहीं पुलिस क्लियरेंस मिलेगा नहीं. പോലീസ് ക്ലിയറൻസ് കിട്ടുകയില്ല. क्लियरेंस मिलेगा नहीं क्योंकि उसका मूल, उसका रूट उतना सही नहीं है. കാരണം അദ്ദേഹത്തിന്റെ വേര് അത്ര ശരിയല്ല. लेकिन मैं एक बात आपको बताएगा. എന്ന ഒരു കാര്യം നിങ്ങളോട് പറയുക. क्यों नहम्याह तुम उस कुर्सी में बैठा है? പിന്നെ എങ്ങനെയാണോ നെഹമ്യാവ് നീ രാജാവിന്റെ കൊട്ടാരത്തിൽ क्योंकि കാരണം God want, प्रभु चाहते तुझे एक नेशन बिल्डर बनाना चाहते. കർത്താവ് ആഗ്രഹിക്കുന്നു നിന്നെ ഒരു രാജ്യശില്പിയായി മാറ്റുവാൻ വേണ്ടി. This is not your final ഇത് destination. നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ This is your കൊട്ടാരത്തിലുള്ളത്. stepping stone, Nehemiah. ഇത് നിന്റെ ഒരു Oh, സ്റ്റെപ്പിംഗ് സ്റ്റോൺ you just മാത്രമാണ്. started your career as a cupbearer. നീ നിന്റെ കരിയർ തുടങ്ങിയത് ഒരു This is not the maximum. ഇത് മാക്സിമം അല്ല. ഇത് उधर संतुष्ट होकर मत रहो. അതുകൊണ്ട് നീ ഇവിടെ സന്തോഷത്തോടെ अगर आप സംതൃപ്തിയോടെ संतुष्ट होकर ഇരിക്കരുത്. रहेगा तो നീ ഇവിടെ സംതൃപ്തിയോടെ ഇരുന്ന് കഴിഞ്ഞാൽ, कॉम्प्रोमाइज करके रहेगा तो, കോംപ്രമൈസോടെ അവിടെ തന്നെ ഇരുന്ന് जोसेफ तू കഴിഞ്ഞാൽ, कॉम्प्रोमाइज करके रहेगा तो, ജോസഫ് നീ കോംപ്രമൈസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ, प्रभु तेरे बारे में जो स्वप्न दिखाए वो कभी भी पूरा होने वाला नहीं है. ദൈവം നിന്നെ പറ്റി പറഞ്ഞിട്ടുള്ള ദർശനങ്ങൾ കാണിച്ച ദർശനം ഒരിക്കലും പൂർത്തിയാകുകയില്ല. हम सबके दिल के अंदर നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ ഉള്ളില് असंतुष्टि होना चाहिए. ഇങ്ങനെയുള്ള അസംതൃപ്തി ഉണ്ടായിരിക്കണം. किस तरह का संतुष्टि? എങ്ങനെയുള്ള അസംതൃപ്തി? ये नहीं, ये मेरा बारे में प्रभु का पद्धति. ദൈവം എന്നെ പറ്റിയുള്ള കർത്താവിന്റെ പദ്ധതി ഇതല്ല. I am trapped in somewhere. ഞാൻ Hallelujah. ചിലയിടത്ത് ട്രാപ്പ് मैं कुछ जगह में फंस गया है. ഞാൻ ചില സ്ഥലത്ത് കുടുങ്ങി കിടക്കുന്ന ഒരു ചിന്ത വേണം. ആമേൻ. आमेन. ഹല്ലേലൂയ. जब कब्बेर राजा को उस जो द्राक्मधु क्या बोलते हैं उठेल के दे रहे. ആ പാനപാത്രവാഹൻ രാജാവിനെ വീഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ King observed something. രാജാവ് ചിലത് ഒബ്സർവ് राजा ചെയ്യുകയാണ്. ने कुछ चीज देखा. രാജാവ് ചിലത് കാണുകയാണ്. राजा को लगा he is trying to hide something. രാജാവിന് തോന്നി തന്റെ പാനപാത്രവാഹൻ राजा ചിലത് को लगा മറയ്ക്കാൻ ओ ശ്രമിക്കുന്നു. इनका अंदर कुछ दुख है. രാജാവിന് മനസ്സിലായി തന്റെ राजा को लगा പാനപാത്രവാഹൻ he is not really happy. Hallelujah. രാജാവിന് തോന്നി തന്റെ പാനപാത്രവാഹൻ राजा को ദുഃഖിതനായിരിക്കുന്നു. लगा he is pretending. Hallelujah. രാജാവിന് തോന്നി തന്റെ പാനപാത്രവാഹൻ അഭിനയിക്കുകയാണ് അവൻ സന്തോഷമെന്ന്. Something is wrong with him. അവന്റെ ജീവിതത്തിൽ ചില തെറ്റായ കാര്യങ്ങൾ The ചിന്തകളുണ്ട്. reason, കാരണം there കാരണം is a frustration. അവന്റെ ഉള്ളിൽ ഒരു ഫ്രസ്ട്രേഷൻ वो നടക്കുകയാണ്. एक ऐसे कभी हमें भी लगता है ना अंदर ही अंदर कुछ कह रहे प्रभु आपका द्वारा कुछ करना चाहते हैं. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഇങ്ങനെ ഹൽമാന, രാംശേഖ വരാറുണ്ട്, ഹൽമാന. കർത്താവേ എനിക്ക് ചിലത് ചെയ്യണം परमेश्वर का എന്നുള്ള बच्चा ഫ്രസ്ട്രേഷൻ. मैं एक सीक्रेट आपको बताएगा. ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം. उस जो आत्मिक फ्रस्ट्रेशन है ना, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആത്മീയ ഫ്രസ്ട്രേഷൻസ്, उस आत्मिक असंतृप्ति है ना, ആത്മീയമായ അസംതൃപ്തികള് आपका बढ़ोतरी का सबसे बड़ा कार्य है. നമ്മുടെ हालेलुया. വളർച്ചയുടെ ഏറ്റവും വലിയ കാര്യം അതായി. जब आपका दिल के अंदर से अब आत्मिक संतृप्ति
हालेलुया, आत्मिक असंतृप्ति आपका दिल के अंदर से नष्ट हो जाएगा, നമ്മുടെ ഹൃദയത്തിൽ ആ സംതൃപ്തി, ആത്മീയ സംതൃപ്തി നഷ്ടമായി आपका പോകുമ്പോൾ बढ़ोतरी उधर रुक जाएगा, നിങ്ങളുടെ വളർച്ച അവിടെ നിൽക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആത്മികമായിട്ടുള്ള അസംതൃപ്തി എന്ന് പുറത്തു പോകുന്നു, അന്ന് നിങ്ങളുടെ വളർച്ച നിൽക്കും. ആമേൻ. ഹലോ, കീപ് ദാറ്റ് स्पिरिचुअल डिस्कंटेंटमेंट, उस जो असंतृप्ति, आत्मिक असंतृप्ति दिल के अंदर रखो. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മീയ അസംതൃപ്തി ഉണ്ടായിരിക്കണം. आपका श्रेणी बदलने वाला है. അങ്ങനെയെങ്കിൽ നമ്മുടെ ശ്രേണി മാറുവാനിടയാണ്. कप बेयरर, नेशन बिल्डर बनने वाला है. പാനപാത്രവാഹകൻ, രാജശില്പിയായി മാറുവാനിടയാണ്. हालेलुया. ഹല്ലേലൂയ. प्रभु ने आप में से कुछ लोगों को कह रहे, ദൈവം നമ്മൾ ചിലരോട് പറയുകയാണ്, जो पोजीशन मिला നിനക്ക് ഇപ്പോൾ ലഭിച്ച പൊസിഷൻ, उसमें संतृप्त मत रहो. അതിൽ നീ സംതൃപ്തിയോടെ ഇരിക്കരുത്. चाहिए तो नहम्या ऐसे रह सकते था, വേണമെങ്കിൽ നെഹമ്യാവൻ അങ്ങനെ ഇരിക്കാമായിരുന്നു. चाहिए तो नहम्या हमेशा उस कुर्सी में बैठ सकते थे. വേണമെങ്കിൽ നെഹമ്യാവൻ എന്നും ആ പാനപാത്രവാഹകന്റെ കസേരയിൽ अगर ഇരിക്കാമായിരുന്നു. नहम्या उस कुर्सी में हमेशा बैठेगा तो നെഹമ്യാവ് ആ കസേരയിൽ എന്നും ഇരുന്ന് കഴിഞ്ഞാൽ उसका नाम 2025 में कोई बोलने वाला नहीं था. ആ നെഹമ്യാവിന്റെ പേര് 2025 നമ്മൾ ആരും പറയുകയില്ലായിരുന്നു. हालेलुया. ഹല്ലേലൂയ. इतिहास में उसका नाम नहीं लिखने वाला था. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതുകയില്ലായിരുന്നു. लेकिन नहम्या तुझे परमेश्वर ने राजमहल के अंदर क्यों लाया? എന്നാൽ നെഹമ്യാവ് നിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് ആ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്? एक बहुत बड़ा परमेश्वर का प्लान का भाग है. ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. तुम यहूदी होके भी നീ യഹൂദനായിട്ടും कैसे इसके अंदर पहुंचा? പിന്നെ നീ എങ്ങനെയാണ് ഈ രാജകൊട്ടാരത്തിൽ എത്തിയത്? सही है ना? ശരിയല്ലേ? तुम यहूदी होके भी कैसे इसके अंदर पहुंचा? നീ യഹൂദനായിട്ട് എങ്ങനെ രാജകൊട്ടാരത്തിൽ എത്തി? प्रभु आत्मा मुझे कहा, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, इसके कारण है. അതിനൊരു കാരണമുണ്ട്. कारण क्या है मालूम? കാരണം എന്താണ്? दूर बाबिलोन में ആ ദൂരത്തായിരുന്ന ബാബിലോണില് एक दानियल रहता था पहले. അവിടെ ഒരു ദാനിയേൽ ഉണ്ടായിരുന്നു നേരത്തെ. उन्होंने एक दिन एक वचन पढ़ा. ദാനിയേൽ ഒരു ദിവസം ഒരു വചനം വായിച്ചു. 70 साल बाद में 70 വർഷം ശേഷം इस शहर का पुनर्स्थापना होने वाला है. ഈ പട്ടണം പിന്നെയും പുനർനിർമ്മിക്കപ്പെടും. बहुत बुजुर्ग था, അദ്ദേഹം വളരെ 90 വയോധികനായിരുന്നു. साल से अधिक उम्र था. 90 വയസ്സിലധികമായ വയോധികനായിരുന്നു उन्होंने ദാനിയേൽ. कहा नहीं, ദാനിയേൽ പറഞ്ഞില്ല, अभी मेरा इतना उम्र हो गया, ഇനിയിപ്പോ എന്റെ പ്രായം ഇത്രയായി, बच्चों का समय में होने वाला है. കുഞ്ഞുങ്ങളുടെ സമയത്തൊക്കെ बोला क्या? നടക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞു ദാനിയേൽ. उन्होंने 21 दिन उपवास में बैठा. ആമേൻ. ദാനിയേൽ ആ 21 ദിവസം ഉപവാസത്തോടെ लिए? ഇരുന്നു. उनके लिए ആർക്ക് नहीं. വേണ്ടി? ദാനിയേലിന് വേണ്ടിയല്ല, अगले पीढ़ी के लिए, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദാനിയേൽ अगले ഉപവാസത്തിലിരുന്നു. पीढ़ी के लिए. അടുത്ത തലമുറയ്ക്ക് जो വേണ്ടി बुजुर्ग ഉപവാസത്തിലിരുന്നു. माता पिता लोगों का सबसे बड़ा काम क्या है मालूम है? പ്രായമുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ജോലി ഏതാണ്? अगले पीढ़ी के लिए कुछ प्रार्थना करके पाना है. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചിലത് പ്രാർത്ഥിച്ച് പ്രാപിക്കുക उस 21 दिन उपवास प्रार्थना में क्या हो गया? ആ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ദാനിയേലിന് वचन में लिखा है, വചനത്തിൽ എഴുതിയിരിക്കുന്നു. पारसी देश का प्रभु का ताकत को स्वर्ग में युद्ध करके हराया. പാർസി ദേശത്തിലെ പ്രഭുവിന്റെ ശക്തിയെ സ്വർഗത്തിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനിടയായി. उस 21 दिन के अंदर ആ 21 ദിവസത്തിനുള്ളിൽ पारसी देश का प्रभु अरेस्ट हो गया പാർസി उसका. ദേശത്തിലെ പ്രഭു അറസ്റ്റ് ചെയ്യപ്പെട്ടു. अभी देखो, ഇപ്പോൾ നോക്കുക, पारसी देश में പാർസി ദേശത്തില് जिस देश का अंधकार का ताकत को पहले ही प्रार्थना से अरेस्ट किया, ഏത് ദേശത്തിന് അന്ധകാര ശക്തിയാണോ നേരത്തെ ഉപവാസത്തിൽ ബന്ധിച്ചത്, उस देश में ആ ദേശത്തില് नहम्या राजमहल के अंदर खड़ा है. നെഹമ്യാവ് ആ രാജകൊട്ടാരത്തിനുള്ളിൽ प्रभु നിൽക്കുന്നു. का आत्मा मुझे कहा, ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, देश में बसने वाला अंधकार का ताकतों को प्रार्थना का जरिए बांधेगा तो ദേശത്ത് വസിക്കുന്ന അന്ധകാര ശക്തിയെ പ്രാർത്ഥന മൂലം നമ്മൾ ബന്ധിക്കുകയാണ്. नहम्या जैसे लोगों को ആമേൻ. നെഹമ്യാവിനെ പോലുള്ളവര് प्रभु ने ऊंचे ऊंचे पदाधिकारियों बनाने वाला है. ആമേൻ. ദൈവം ഉയർന്ന പദവിയിലേക്ക് ये എത്തിക്കുകയാണ്. उपवास का रिजल्ट ഇത് है. ഉപവാസത്തിന്റെ റിസൾട്ട് ये ആണ്. दानियल का उपवास का रिजल्ट ഇത് है. ദാനിയേൽ ഉപവാസത്തിന്റെ റിസൾട്ട് हे ആണ്. नहम्या, तेरा जो पोजीशन भी है ना, നെഹമ്യാവേ, നിന്റെ ഇപ്പോഴത്തുള്ള പദവി वो दिखाते पारसी देश का शक्ति हल्का हो गया. പാർസി ദേശത്തിന്റെ ശക്തി നശിച്ചതാണ് അത് हाँ, കാണിക്കുന്നത്. पारसी देश का राजा को तेरे ऊपर करस कैसे दया कैसे तरस हुआ, പാർസി ദേശത്തിലെ രാജാവിന് നിന്റെ മേൽ എങ്ങനെ ദയ കരുണ क्योंकि വന്നത്? पीछे प्रार्थना किया एक दादाजी है. കാരണം നിന്റെ പിറകിൽ പ്രാർത്ഥിച്ച ഒരു വല്യപ്പച്ചൻ നിനക്കുണ്ടായിരുന്നു. नौजवानों भूलना नहीं, ചെറുപ്പക്കാരെ നിങ്ങൾ മറക്കരുത്. अपने जीवन में हम अनुभव कर रहे काफी आशीष हो. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനേക पिछले അനുഗ്രഹങ്ങൾ. पीढ़ी में अपने लिए आंसू बहाया, कुछ माता पिता लोगों का प्रार्थना का उत्तर है, ये कभी भूलना नहीं. കഴിഞ്ഞ തലമുറയിൽ നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ മാതാപിതാക്കളുടേതാണെന്ന് മറക്കരുത്. कभी भी घमंड दिल के अंदर आना नहीं. ഒരിക്കലും ഹൃദയത്തിൽ അഹങ്കാരം വരരുത്. हालेलुया. प्रार्थना करो. പ്രാർത്ഥിക്കുക. अगर आप प्रार्थना करेगा तो നിങ്ങൾ आपका പ്രാർത്ഥിക്കുകയാണെങ്കിൽ बच्चों को, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, आपका नाते पोतों को നിങ്ങളുടെ കൊച്ചുമക്കളെ प्रभु ने नहम्या जैसे उपयोग करना शुरू करे.
करेगा। കർത്താവ് നെഹമ്യാവിനെ പോലെ ഉപയോഗിക്കുവാൻ तालियां തുടങ്ങി. बजाकर प्रभु को धन्यवाद കരങ്ങളെ दीजिए। അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. शनरम थना रगदला। ഹല്ലേലൂയ. नहम्या का विशेषता നെഹമ്യാവിന്റെ വിശേഷത ऊंचे पोजीशन में पहुंचा, ഉയർന്ന പദവിയിലെത്തി. फिर भी അതിനുശേഷം रेगुलर प्रेयर लाइफ उसको था। റെഗുലർ പ്രാർത്ഥനാ ജീവിതം सिर्फ ഉണ്ടായിരുന്നു. पेशेंस नहीं है, ക്ഷമ മാത്രമല്ല, रेगुलर प्रेयर लाइफ। റെഗുലർ ആയിട്ടുള്ള एक പ്രാർത്ഥനാ ജീവിതം आयत ഉണ്ടായിരുന്നു. मुझे बहुत अच्छा लगा। ഒരു വാക്യം എനിക്ക് നന്നായിട്ട് തോന്നി. जब नहम्या ने सुना നെഹമ്യാവ് കേട്ടു यरूशलेम शहर का हालात क्या है, യെരുശലേം പട്ടണത്തിന്റെ അവസ്ഥ എന്തെന്ന്. उन्होंने बहुत रो के उपवास के साथ में प्रार्थना की। നെഹമ്യാവ് ഒത്തിരി കരഞ്ഞ് ഉപവാസത്തോടെ ദിവസത്തിലിരുന്നു. क्या प्रार्थना की मालूम है? എന്താണ് നെഹമ്യാവ് പ്രാർത്ഥിച്ചത്? नहम्या का प्रार्थना उस पहले अध्याय में लिखा है। ഒന്നാം അധ്യായത്തിൽ നെഹമ്യാവിന്റെ പ്രാർത്ഥന उसमें से एक आयत मुझे बहुत अच्छा लगा। അതിലൊരു വാക്യം എനിക്ക് 1 का 6, ഒന്നിന്റെ चैप्टर 1 वर्स 6, 1 का 6। आप प्रभु कान लगाए और आंखें खोल रहे। देखो 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 देखो, सुना आपने? जो प्रार्थना में, इस उपवास प्रार्थना में नहीं, आज नहीं, जो प्रार्थना में तेरा दास इस समय, तेरा दास इसराइल के लिए दिन रात करता रहता हूं। ഈ പ്രാർത്ഥന നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. इसका मतलब क्या है? ഇതിന്റെ അർത്ഥം എന്താണ്? आज एक खबर सुन के प्रार्थना नहीं कर रहे, നെഹമ്യാവ് ഈ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കുവല്ല, हर दिन प्रार्थना कर रहे, വർഷങ്ങളായിട്ട് ദിവസം काफी പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. साल से यही विषय प्रार्थना कर रहे। വർഷങ്ങളായിട്ട് ഈ വിഷയം തന്നെ क्या विषय പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. प्रार्थना कर रहे हैं? प्रभु यरूशलेम शहर को पुनर्स्थापना करो, കർത്താവേ യെരൂശലേമിന്റെ മതിലുകളെ उसको दीवारों പണിയണമേ. को बनाओ, കർത്താവിന്റെ മതിലുകളെ उस भवन പണിയണമേ. को वापस बनाओ। ആലയത്തെ വീണ്ടും പണിയണമേ. प्रभु किसको उपयोग करेगा मालूम है? കർത്താവ് ആരെയാണ് ഉപയോഗിക്കുന്നത്? बहुत परमेश्वर के बच्चों के लिए बिचवाई करते उनको उपयोग करेगा। ആരാണോ ദൈവമക്കൾക്ക് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുക അവരെയാണ് കർത്താവ് सालों ഉപയോഗിക്കുന്നത്. साल जो प्रार्थना करते रहते उनको ही प्रभु उपयोग करेगा। രാവും പകലും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. काफी बातों ने हमें के बारे में बोलना है, അനേക കാര്യങ്ങളെ നെഹമ്യാവിനെ പറ്റി പറയണം. लेकिन बाद में एक सेक्शन में मैं बताया। മറ്റൊരു സെക്ഷനിൽ പറയാം. मैं और एक बात बता के आज प्रार्थना करना ഒരു चाहता കാര്യം ഇവിടെ हूँ। പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. नहम्या प्रार्थना किया, നെഹമ്യാവ് പ്രാർത്ഥിച്ചു. सिर्फ प्रार्थना नहीं किया, പ്രാർത്ഥിക്കുക जब മാത്രമല്ല राजमहल में आके രാജകൊട്ടാരത്തിൽ राजा ചെന്നിട്ട് उनको सवालों पूछा, രാജാവ് ചോദ്യം क्या ചോദിച്ചപ്പോൾ तुम दुखी है? നീ ദുഃഖിതനാണോ എന്ന് ചോദിച്ചു. तुरंत नहम्या उत्तर दिया नहीं। പെട്ടെന്ന് നെഹമ്യാവ് ഉത്തരം वचन में പറഞ്ഞില്ല. लिखा है വചനത്തിൽ എഴുതി. नहम्या प्रार्थना करने के बाद में उत्तर दिया। നെഹമ്യാവ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് രാജാവിനോട് ഉത്തരം പറഞ്ഞത്. हमें तो बहुत एक्साइटेड बन जाए, നമ്മളാണെങ്കിൽ വളരെ अरे मेरे എക്സൈറ്റഡ് उपवास ആവും. प्रार्थना का रिजल्ट आ रहे, राजा मुझे पूछ रहे, जल्दी बोलेगा? नहीं എന്റെ नहीं, ഉപവാസത്തിന്റെ റിസൾട്ട് വന്നു അവന് പെട്ടെന്ന് മറുപടി പറയാൻ നമ്മൾ ചിന്തിക്കും. नहम्या कहा, എന്നാ मेरा നെഹമ്യാവ് बुद्धि പറഞ്ഞു, से मैं कुछ नहीं कहना चाहता, എന്റെ ദുഃഖത്തിൽ നീ ഒന്നും പറയാൻ मेरा बुद्धि ആഗ്രഹിക്കുന്നില്ല. से नहीं कहना चाहता, എന്റെ ബുദ്ധി കൊണ്ട് നീ ഒന്നും പറയാൻ मैं आत्मा ആഗ്രഹിക്കുന്നില്ല. में कुछ बात कहना चाहता, ഞാൻ ആത്മാവിൽ जो ചിലത് പറയും. परमेश्वर की इच्छा जान के कहना चाहता। ദൈവദ്രഹിതം അനുസരിച്ച് പറയാൻ आपका ആഗ്രഹിക്കുന്നു. जीवन में भी हर स्टेप प्रार्थना करके रखो, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്റ്റെപ്പും നമ്മൾ പ്രാർത്ഥിച്ച് വേണം വെക്കുവാൻ. पराजित होने वाला नहीं। അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. कोई भी स्टेप आप प्रार्थना करके रखो, ഏത് സ്റ്റെപ്പ് നമ്മൾ പ്രാർത്ഥിച്ചു വെക്കുക, हालेलुया, पराजित होने वाला नहीं है। നമ്മൾ പരാജയപ്പെടുകയില്ല. वो आपके लिए रास्ता खोलेगा, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ सही सही डायरेक्शन में आपको लेके जाएगा। ശരിയായ ഡയറക്ഷനിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. हालेलुया। ഹല്ലേലൂയ. आपको जानते हैं क्या हो गया? നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചു എന്ന്? इसी कप बेअरर ഇതേ പാനപാത്രവാഹൻ कुछ अध्याय बाद में लिखा है, കുറെ അധ്യായത്തിന് ശേഷം എഴുതിയിരിക്കുകയാണ്, देश का गवर्नर बन गया। ദേശത്തിന്റെ ഗവർണറായി മാറിയ അമ്മേ. माय गॉड, कप बेअरर ഒരു പാനപാത്രവാഹൻ गवर्नर बन गया, ഗവർണറായി മാറി. कप बेअरर नेशन बिल्डर बन गया। ഒരു പാനപാത്രവാഹൻ ദേശം പണിയുന്ന വ്യക്തിയായി മാറി. राजा ने उसको अपॉइंटमेंट किया, രാജാവ് അപ്പോയിന്റ്മെന്റ് ചെയ്തു देश का गवर्नर। ദേശത്തിന്റെ ये ഗവർണറായിട്ട്. छोटा बात है, ഒരു ചെറിയ കാര്യമാണോ? लोग आत्मा कुछ लोगों को कह रहे, ദേവദാത്മാ ചിലരോട് പറയുകയാണ്, तुझे कप बेअरर से ഞാൻ നിന്നെ ഒരു പാനപാത്രവാഹൻ नेशन बिल्डर बनना चाहते तो ദേശം പണിയുന്ന വ്യക്തിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. नहम्या से कुछ सीखो। അങ്ങനെയെങ്കിൽ നിന്നെ നെഹമ്യാവ് ചിലത് नहम्या പഠിക്കുക. क्या किया? നെഹമ്യാവ് എന്താണ് ചെയ്തത്? नहम्या लव लगा के प्रार्थना की। നെഹമ്യാവ് ശ്രദ്ധയോടെ सिर्फ പ്രാർത്ഥിച്ചു. उतना नहीं है, അത്ര മാത്രമല്ല, नहम्या राजा को कहा, നെഹമ്യാവ് രാജാവിനോട് मुझे പറഞ്ഞു, छुट्टी चाहिए। എനിക്ക് അവധि വേണം. क्यों छुट्टी चाहिए? എന്തിനാണ് അവധി? हम मैं तो बोलेगा सर, मैं बॉस को कहे सर मेरा बहुत टेंशन है काम है, मैं एक हफ्ते वेकेशन में जाना चाहता, എനിക്ക് ഒത്തിരി ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ ഒരാഴ്ച വെക്കേഷൻ പോകാൻ थोड़ा ആഗ്രഹിക്കുന്നു. टेंशन फ्री होके वापस आना चाहता। सही है ना?
नेहमिया ने छुट्टी मांगा, നെഹമ്യാവ് അവധി ചോദിച്ചു. लिखा है उधर छुट्टी मांगा. राजा पूछा कितना दिन का छुट्टी चाहिए? രാജാവ് ചോദിച്ചു എത്ര ദിവസം അവധി വേണം? बहुत लंबे छुट्टी दिया. വളരെ നീണ്ട അവധി കൊടുത്തു. Can you believe that? നിങ്ങൾ വിശ്വസിച്ചു? राजा ने कहा रे कितना दिन छुट्टी चाहिए ले लो. രാജാവ് പറഞ്ഞു നിനക്ക് എത്ര അവധി വേണം എടുക്കുവാൻ? कहाँ जाने के लिए? എവിടേക്ക് പോകുവാൻ? कंडाहार बन के पड़ा एक शहर बनाने के लिए. നശിച്ച് കൽക്കുംഭാരമായിരിക്കുന്ന ഒരു പട്ടണത്തെ പണിയുവാൻ इसी വേണ്ടിയാണ്. काम नहीं है. ഈസിയായ ഒരു ജോലിയല്ല. छुट्टी क्यों ले रहे? എന്തുകൊണ്ടാണ് അവധി आराम करने के लिए नहीं, റെസ്റ്റ് എടുക്കുവാൻ വേണ്ടിയല്ല, परमेश्वर का राज्य के लिए, ദൈവരാജ്യത്തിന് വേണ്ടി बहुत मेहनत करने के लिए. വളരെ അധ്വാനിക്കാൻ വേണ്ടിയാണ് നെഹമ്യാവ് അവധി എടുക്കുന്നത്. छुट्टी लेके सेवकाई के लिए जा रहे हैं. ആ അവധി എടുത്ത് ശുശ്രൂഷയ്ക്ക് राजा വേണ്ടി छुट्टी പോകുകയാണ്. सेवकाई के लिए अगर कोई छुट्टी मांगेगा तो राजा छुट्टी देगा. हालेलुया. Amen. क्योंकि पारसी देश का प्रभु को पहले ही बांधा है. നിങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് ചുട്ടി തരും. कितना लोगों को समझ में आ എത്ര रहा है? പേർക്ക് മനസ്സിലായി? अगर सेवकाई के लिए छुट्टी मांगेगा तो प्रभु देगा, क्योंकि पारसी देश का प्रभु को पहले ही बांध के रखा है. ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ചുട്ടി ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം പാഴ്സി ദേശത്തിന്റെ പ്രഭുവിനെ परमेश्वर का राज्य के നേരത്തെ लिए തന്നെ मांगो ना. ബന്ധിച്ചിരിക്കുകയാണ്. परमेश्वर ദൈവരാജ്യത്തിന് राज्य നിങ്ങൾ के लिए ചോദിക്കുക. मांगो ना. आपके लिए प्रभु रास्ता खोल के അങ്ങനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ आपका തുറക്കും. भी यफदा होने वाला है. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യഫത कुछ നടക്കും. भी आप मांगेगा, നിങ്ങൾ എന്ത് ചോദിച്ചാലും परमेश्वर पूछेगा क्यों चाहिए, ദൈവം നിങ്ങളോട് ചോദിക്കാൻ तो എന്തിനു बोलना है വേണം? परमेश्वर का राज्य के लिए चाहिए. നിങ്ങൾ പറഞ്ഞ കർത്താവ് നിന്റെ രാജ്യത്തിന് जो വേണ്ടി भी എനിക്ക് मुझे ഇത് വേണം. देगा वो परमेश्वर का राज्य का है. കർത്താവ് എന്താണ് ദൈവരാജ്യത്തിന് വേണ്ടി. नहम्या का भी यफदा हो गया. നെഹമ്യാവിന്റെ ജീവിതത്തിൽ യഫത ഉണ്ടായി. नहम्या का भी यफदा हो गया. നെഹമ്യാവിന്റെ ജീവിതത്തിൽ യഫത छुट्टी ഉണ്ടായി. का सैंक्शन जल्दी मिला. പെട്ടെന്ന് അവധി കിട്ടി. किस काम के लिए? എന്തിനു വേണ്ടിയാണ്? बहुत कठिन काम के लिए. വളരെ കഠിനമായ ഒരു मैं एक बात आपको പ്രവൃത്തിക്ക് कहना चाहता ഒരു हूँ. കാര്യം നിങ്ങളോട് പറയുന്നു. नहम्या बाहर आया. നെഹമ്യാ പുറത്തു വന്നു. कहाँ से बाहर आया? എവിടെ നിന്നാണ് പുറത്തു उसका വന്നത്? सुरक्षित क्षेत्र से बाहर आया. തന്റെ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് He നെഹമ്യാ came പുറത്തു out വന്നു. from his comfort zone. തന്റെ കംഫർട്ട് സോണിൽ നിന്ന് നെഹമ്യാ പുറത്തു വന്നു. ऐसे एक टास्क करने के लिए, ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി. टास्क impossible. ടാസ്ക് He ഇമ്പോസിബിൾ ആണ്. came out from his comfort zone. അതിനു വേണ്ടി തന്റെ കംഫർട്ട് സോൺ വിട്ട് നെഹമ്യാ പുറത്തു വരികയാണ്. एक मिशन के लिए, मिशन impossible. ഒരു മിഷന് വേണ്ടി, ഇമ്പോസിബിൾ ആയ Task മിഷന് impossible. വേണ്ടി, ഒരു ഹാർഡായ ടാസ്കിന് Oh വേണ്ടി my God, hallelujah. Are you ready to come out? നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് क्या आप बाहर आने के लिए तैयार है? നിങ്ങൾ പുറത്തു വരാൻ തയ്യാറാണോ? आपका सुरक्षित क्षेत्र से, നിങ്ങളുടെ കംഫർട്ട് സോൺ आपका comfort zone से കംഫർട്ട് സോൺ വിട്ട് പുറത്തു जो വരാൻ തയ്യാറാണോ? असंभव एक दौत्य पूरा करने के लिए അസാധ്യമായിട്ട് ഒരു കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ? प्रभु का हाथ आपका साथ में रहेगा. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കരം നിങ്ങളോട് सब കൂടെ लोग ഇരിക്കും. कहेगा എല്ലാരും പറയും ये काम होने वाला नहीं है. ഇത് നടക്കില്ല, ഇത് सब लोग അസാധ്യമാണ്. कहेगा ये काम होने वाला नहीं എല്ലാരും है. പറയും ഇത് അസാധ്യമാണെന്ന്. लेकिन 52 days, എന്നാൽ 52 ദിവസം 52 दिन में, 52 ദിവസം 52 दिन में 52 ദിവസം കൊണ്ട് पूरा काम हो गया. മുഴുവൻ പ്രവൃത്തിയും कैसे काम പൂർത്തിയായി. पूरा हो गया 52 दिन में? എങ്ങനെ 52 क्योंकि ദിവസം കൊണ്ടെല്ലാം परमेश्वर പൂർത്തിയായി? का हाथ साथ में था. കാരണം കർത്താവിന്റെ കരം കൂടെ ഇരുന്നത് കൊണ്ടാണ്. If you are ready to step out from your comfort zone, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ God's hand will be with you. കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെ लोग ഇരിക്കും. हाथ आपके साथ में रहेगा. കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെ कितना लोग इस वचन को स्वीकार करें? എത്ര പേര് വചനത്തെ സ്വീകരിക്കും? कितना लोग स्वीकार करें? എത്ര പേര് വചനം സ്വീകരിക്കും? एक क्षण प्रभु की उपस्थिति में खड़ा हो ഒരു जाए. നിമിഷം നമുക്ക് എല്ലാ ദിവസവും എഴുന്നേറ്റ് നിൽക്കാം. ऐसे प्रार्थना कर दीजिए. ഇങ്ങനെ പ്രാർത്ഥിക്കാം. प्रभु मेरा कोई योग्यता नहीं, കർത്താവ് എന്റെ യോഗ്യതയല്ല. जो आपने मुझे बुलाया बुलावट കർത്താവ് നീ എന്നെ വിളിച്ച വിളി एक मामूली जीवन बिताने के लिए ഒരു नहीं. സാധാരണ ജീവിതം നയിക്കുവാനല്ല. आपने मुझे बुलाया बुलावट. കർത്താവ് നീ എന്നെ വിളിച്ചത്. थैंक यू होली स्पिरिट. एक नेशन बिल्डर बनने का बुलावट. ഒരു രാജ്യത്തിന്റെ പണിക്കായിട്ട്, ഒരു രാജ്യശില്പിയായിട്ടാണ് നീ എന്നെ വിളിച്ചത്. थैंक यू होली स्पिरिट. हालेलुया. एक नेशन बिल्डर बनने का बुलावट. ഒരു രാജ്യം പണിയാൻ വേണ്ടിയാണ് നീ എന്നെ വിളിച്ചത്. असंभव है അസാധ്യമാണത്. प्रभु मैं विश्वास कर रहा हूँ. ഞാൻ എത്ര പേര് വിശ്വസിക്കുന്നു? मेरा ताकत से नहीं, എന്റെ ശക്തി കൊണ്ടല്ല, आपका सामर्थ्य है. കർത്താവേ നിന്റെ ശക്തിയാല്. इस कामों में पूरा होने वाला है. കർത്താവേ ഈ പ്രവൃത്തികളെല്ലാം പൂർത്തിയാകും. परमेश्वर का बच्चा जो आज आप कर रहे, ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ചെയ്യുന്നത്, आज जिस लेवल में आप हैं, നിങ്ങൾ ഇന്ന് ഏത് ലെവലിലാണോ, आपका वायदा पूरा हुआ नहीं നിങ്ങളുടെ വാഗ്ദത്തം ഇതുവരെ പൂർത്തിയായില്ല. और आगे बढ़ना बाकी है. ഇനിയും മുന്നോട്ട് പോകാൻ ബാക്കിയാണ്. वायदों पूरा होना बाकी है. മുന്നോട്ട് പോകാൻ ഇനിയും ബാക്കിയാണ്. उस लेवल में संतृप्त होकर मत रहो. ആ ലെവലിലെ സംതൃപ്തിയോടെ നമ്മൾ ഇരിക്കരുത്. इसे प्रार्थना करो. ഇങ്ങനെ പ്രാർത്ഥിക്കുക. प्रभु जी जब तक आपका वायदों पूरा ना होगा तब तक കർത്താവ് നിന്റെ വാഗ്ദത്തം പൂർത്തിയാകുന്നത് വരെ उस आत्मिक बेचैनी, उस आत्मिक असंतृप्ति को
मेरे दिल के अंदर डाल दीजिए। കർത്താവേ ആത്മീയ ആ അസംതൃപ്തി എന്റെ ഹൃദയത്തിൽ വെക്കണമേ. सब लोग प्रार्थना करें। എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. उस आत्मिक असंतृप्ति ആത്മീയമായ അസംതൃപ്തി मेरा दिल के अंदर होने दीजिए। കർത്താവിന്റെ ഹൃദയത്തിൽ വെക്കണമേ. थैंक यू होली स्पिरिट, थैंक यू होली स्पिरिट। आपको जानते हैं നിങ്ങൾക്കറിയാം नेहमिया इस काम कर रहा था, നെഹമ്യാവ് ഈ ജോലി ചെയ്തപ്പോൾ कितना चिट्ठियों उसका विरुद्ध में आया, എത്രയോ ലെറ്ററുകൾ നെഹമ്യാവിന് വിരോധമായിട്ട് एक कप पीछे एक कप पीछे एक कप पीछे चिट्ठियों मारे, ഒന്നിനു പുറകെ ഒന്നായിട്ട് പല കത്തുകൾ सब വരുവാണ്ട് नकारात्मक बातों में। എല്ലാം നെഗറ്റീവായ കാര്യങ്ങളായിരുന്നു ആ കത്തിൽ. आपको जानते हैं नेहमिया इस काम कर रहा था तभी നെഹമ്യാവ് ഇത് ചെയ്തപ്പോൾ कितना भविष्यवक्ताओं के भविष्यवाणी दिया। എത്രയോ പ്രവാചകന്മാർ വന്ന് പ്രവചിച്ചു. 6वां अध्याय में लिखा है, 6-ാം അധ്യായത്തിൽ कुछ എഴുതിയിരിക്കുന്നു. भविष्यवक्ताओं का नाम भी बताया। ചില പ്രവാചകന്മാരുടെ പേരും അവിടെ പറയുകയാണ്. They gave false prophecy। അവർ തെറ്റായ കള്ളപ്രവചനം क्या പറയുകയാണ്. बताया? എന്താണ് പറയുന്നത്? 6वां अध्याय का 10वां आयत में लिखा है, 6-10 എഴുതിയിരിക്കുകയാണ്. तुम जाके अपने आप बचाओ, तुझे मार डालने वाला है। നിന്നെ കൊല്ലും, നീ പോയി നീ സ്വയം രക്ഷപ്പെടുക. हाँ, तेरा विरुद्ध में मार डालने के लिए लोग आ रहे, നിനക്ക് വിരോധമായിട്ട് നിന്നെ കൊല്ലുവാൻ വേണ്ടി ജനം കടന്നു വരുന്നു. भागो। ഓടിപ്പോകാതുകൊണ്ട് ഇവിടെ नेहमिया भागा क्या? നെഹമ്യ ഓടിപ്പോയോ? नेहमिया कहा, നെഹമ്യ പറഞ്ഞു, मेरा जैसे एक व्यक्ति भागने वाला എന്നെ नहीं। പോലുള്ള ഒരു വ്യക്തി ഓടിപ്പോകുമോ? झूठा भविष्यवाणी आया, കള്ളപ്രവചനങ്ങൾ കടന്നു വന്നു. परमेश्वर का बच्चा ദൈവമക്കളെ, प्रभु रेखा पद्धति के विरुद्ध में भविष्यवक्ता भी बात करेगा आपसे। ദൈവം വെച്ച പ്രവൃത്തിക്ക് വിരോധമായിട്ട് ചില इसलिए सब കള്ളപ്രവാചകന്മാരും भविष्यवक्ता का വന്ന് वचन सुनना പ്രവചിക്കും. नहीं है। അതുകൊണ്ട് എല്ലാ कभी പ്രവാചകന്മാരും झूठा भविष्यवक्ता आएगा, शैतान उसका जुबान को उपयोग करेगा। ചില കള്ളപ്രവാചകന്മാർ കടന്നു വരും, പിശാച് അവർ നാവിനെ ഉപയോഗിക്കും. आपका जीवन का परमेश्वर का पद्धति से आपको दूर लेकर जाने के लिए നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ ദൂരത്ത് കൊണ്ടുപോകാൻ വേണ്ടി പിശാച് അവരെ नेहमिया ഉപയോഗിക്കും. उसको सुना नहीं। നെഹമ്യ അതൊന്നും കേട്ടില്ല. आप भी मत सुनो, അതുകൊണ്ട് നമ്മളും കേൾക്കരുത് ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ. आप भी मत सुनो। നമ്മളും കേൾക്കരുത്. हालेलुया। असंभव संभव हो गया। അസാധ്യങ്ങൾ സാധ്യമായി. कप बेरर नेशन बिल्डर बन गया, പാനപാത്രവാഹകൻ രാജശില്പിയായി Cup രാജപണിത bearer. വ്യക്തിയായി മാറി. देश का गवर्नर बन गया, ദേശത്തിലെ ഗവർണറായി മാറി. कप बेरर പാനപാത്രവാഹകൻ राज मिस्त्री बन गया। രാജശില്പിയായി മാറി. God want to change your title। കർത്താവ് നിങ്ങളുടെ ടൈറ്റിലിനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. एक दूसरे का हाथ पकड़ के प्रार्थना करो। നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ കരം പിടിച്ച് പ്രാർത്ഥിക്കുക. आपके बगल में खड़ा है ब्रदर का सिस्टर का हाथ पकड़ के നിങ്ങളുടെ प्रार्थना करो। അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുക. आपका बगल में खड़ा है उनके लिए प्रार्थना करो। നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ऐसे प्रार्थना करो, मेरे भाई का मेरे बहन का टाइटल को आप चेंज कर दीजिए। എന്റെ പ്രിയമുള്ളവരുടെ ടൈറ്റിലെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക. एक ऑर्डिनरी कप बेरर नहीं। ഒരു സാധാരണ പാനപാത്രവാഹകനല്ല. Let my sister, my brother be a nation builder। शमना ഒരു रमना। നേഷൻ ബിൽഡർ ആകട്ടെ എന്ന് आपका പ്രാർത്ഥിക്കുക. बगल में जो खड़ा है उनके लिए प्रार्थना करो। നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. मेरे भाई को बहन को एक राजमिस्त्री बनाओ। എന്റെ പ്രിയമുള്ളവരെ രാജശില്പിയാക്കി മാറ്റുക. उनका जीवन में प्रभु ने रखा ओरिजिनल प्लान को पूरा करो। അവരുടെ ജീവിതത്തിൽ കർത്താവ് വെച്ച ഒറിജിനൽ പദ്ധതി നടക്കട്ടെ. कॉम्प्रोमाइज्ड प्लान नहीं है। കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ അല്ല. जो प्लान में वो अभी है उसमें संतृप्त होकर नहीं रहने के लिए ഇപ്പോഴുള്ള പ്ലാനിൽ സംതൃപ്തിയോടെ ഇരിക്കുവാനല്ല. उसको उपयोग करो प्रभु जी। കർത്താവെ അവരെ ഉപയോഗിക്കണമേ. Pray, 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 pray। പ്രാർത്ഥിക്കുക. Shabana, latul pamshal kamana। Pray for your neighbor। കർത്താവേ Pray for your neighbor। നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി आपका പ്രാർത്ഥിക്കുക. पड़ोसी के लिए प्रार्थना करो। നിങ്ങളുടെ അടുത്ത് കരം പിടിച്ചിരിക്കുന്നവർക്ക് प्रभु വേണ്ടി उनके പ്രാർത്ഥിക്കുക. जीवन में കർത്താവരുടെ ജീവിതത്തിൽ उनका हर ख्वाहिशों को उनका आशाओं को पूरा करने के लिए കർത്താവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കാൻ जैसे വേണ്ടി भजन संगीता 21 में लिखा, സംഗീത 21 എഴുതിയിരിക്കുന്നു. राजा का दिल का हर आशाओं को प्रभु पूरा किया। वैसे രാജാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് आपका പൂർത്തിയാക്കും. पड़ोसी का हर आशाओं को प्रभु पूरा करने के लिए നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന ഒരു ആഗ്രഹത്തെ കർത്താവ് പൂർത്തിയാക്കും. जोसेफ तुम एक ऑर्डिनरी गुलाम बनने के लिए बुलाए व्यक्ति नहीं है। ജോസഫേ നിന്നെ ഒരു അടിമയാവാനല്ല വിളിച്ചത്. हे नेहमिया, നെഹമ്യാവേ तेरा ये पोजीशन में तृप्त मत हो जाओ। നിന്റെ ഈ പദവിയിൽ നീ Come out തൃപ്തനായിട്ടിരിക്കരുത്. from your comfort നിന്റെ zone। കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു आपका വരിക. सुरक्षित क्षेत्र से बाहर आ നിന്റെ जाओ। കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു Lord, I വരിക. pray for every individual who is standing in this meeting, Lord. കർത്താവ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Let them have that dream in their heart, Lord. അവരുടെ ഹൃദയത്തിൽ ആ ഡ്രീമുകൾ हल्पे लामा शकाना कुछ लोगों को उपयोग कर दीजिए प्रभु जी। കർത്താവെ ഉപയോഗിക്കും ഇവരെ. कुछ लोग बड़े बड़े स्वप्नों में देखने दीजिए। കർത്താവരെല്ലാം വലിയ വലിയ സ്വപ്നങ്ങൾ കാണട്ടെ. अभी तक उन्होंने जीवन में कभी भी आशा नहीं रखा, वैसे कुछ आशाओं को उनके दिल के अंदर दे दीजिए। ഇതുവരെ ഹൃദയത്തിൽ വെക്കാത്ത ആശകളെ ആഗ്രഹങ്ങളെ അവരുടെ ഹൃദയത്തിൽ കൊടുക്കുക. यीशु नासरी के नाम, യേശു കർത്താവിന്റെ यीशु നാമത്തിൽ नासरी के नाम, യേശു കർത്താവിന്റെ let them have dreams, അവരുടെ സ്വപ്നങ്ങൾ Heavenly ഉണ്ടാവട്ടെ. dreams. സ്വർഗീയ സ്വപ്നങ്ങൾ Heavenly ഉണ്ടാവട്ടെ. dreams. സ്വർഗീയ ആശകൾ Heavenly ഉണ്ടാവട്ടെ. dreams. സ്വർഗീയ സ്വപ്നങ്ങൾ അവർക്ക് വേണമേ കർത്താവേ.
He blessed them in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് हम പ്രാർത്ഥിക്കുന്നു. उनको आशीषित करके प्रार्थना करते കർത്താവെ അനുഗ്രഹിച്ച് हैं। പ്രാർത്ഥിക്കുന്നു. जीवन का हर मंथली में ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും उन्हें आशीष बनाइए प्रभु। കർത്താവെ ഒരു അനുഗ്രഹമാക്കണം. Let them be cup bearer to nation builder. അവര് പാനപാത്രവാഹകൻ അവരൊരു ദേശശില്പിയായി ദേശം പണിയുന്ന വ്യക്തിയായി മാറി. देश बनाने वाला राज्य मिस्त्री बनाओ प्रभु। ദേശം പണിയുന്ന ഒരു वैसे രാജ്യശില്പിയായി अपना किया बोल के धन्यवाद। കർത്താവിന് ചെയ്തിരിക്കുക. तालियां बजाकर प्रभु को धन्यवाद दे കരങ്ങളടിച്ച് दीजिए। കർത്താവിന് നന്ദി കരയട്ടെ. हालेलुया। गाना गा के हमारा आराधना करेगा। शखना रामखना शेकेने रामधने। जब मैंने सोचा मैं अकेला हूँ, तब प्रभु यीशु ने मुझसे कहा। जब मैंने सोचा मैं अकेला हूँ, तब प्रभु यीशु ने मुझसे कहा। संसार के अंत तक साथ रहने वाला मैं तेरे साथ हूँ।
अकेला कभी भी वो छोड़ेगा नहीं। ഒറ്റയ്ക്ക് കർത്താവ് നമ്മളെ ഒരിക്കലും വിടത്തില്ല. असंभव को संभव करके देगा। അസാധ്യങ്ങളെ സാധ്യമാക്കും അവൻ. अपना कमजोरी में उसका बल देगा। നമ്മളുടെ കുറവുകളിൽ അവൻ ബലം പകരും. सिर्फ प्रभु में आनंदित रहो। കർത്താവിൽ മാത്രം സന്തോഷിക്കുക. सर्कमस्टेंसेस परिस्थिति कुछ भी क्यों ना हो, സിറ്റുവേഷൻ എന്തായിക്കോട്ടെ रिजॉइस, ആനന്ദിക്കുക. प्रभु में आनंदित रहो। ദൈവത്തിൽ ആനന്ദിക്കുക. प्रभु में आनंदित रहो। ദൈവത്തിൽ ആനന്ദിക്കുക. नहम्या उसका कामयाबी का रहस्य कह के दे रहे। നെഹമ്യ അവന്റെ ആ സക്സസ് സ്റ്റോറി പറഞ്ഞു തരുന്നു. उन्होंने कहा रे പറയുന്നു, प्रभु में जो आनंद है കർത്താവിലുള്ള സന്തോഷം वो हमारा बल है। അത് നമ്മളുടെ ബലമായി തീരും. परिस्थिति जब बेकार चलेगा तभी भी പരിസ്ഥിതികൾ മോശമായി തീർന്നാലും आप अगर प्रभु में आनंदित रहेगा तो കർത്താവിൽ സന്തോഷിച്ചാൽ आपका परिस्थिति बदलेगा। നമ്മുടെ പരിസ്ഥിതികൾ മാറും. असंभव संभव होगा। അസാധ്യങ്ങൾ സാധ്യമായി തീരും. रास्ता खोलेगा। വഴി തുറന്നു प्रभु का തരും. आत्मा कुछ लोगों को कह रहे ദൈവാത്മാവ് जो ചിലരോട് आपने പറയുന്നു, सोच के रखा उससे परे, നമ്മൾ हालेलुया, വിചാരിച്ചു उससे बड़े काम हम प्रभु आपके लिए करने के लिए पर्याप्त അതിനെക്കാട്ടി है। ഉപരി കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ വേണ്ടിയിരിക്കുന്നു. प्रभु जी मैं इस वचन को हर परमेश्वर के बच्चों के लिए लाहू बना के प्रार्थना कर रहा കർത്താവ് हूं। ഞാൻ ഈ വചനം കർത്താവ് ഓരോ उन सबके जीवन में कार्य होने दीजिए प्रभु അവരുടെ जी। ജീവിതത്തിൽ ഇത് പ്രവൃത്തിയിൽ വരട്ടെ. किया बोल के धन्यवाद, ചെയ്തതിനായി നന്ദി. किया बोल के धन्यवाद। നീ അത് ചെയ്തതിനായി बच्चों को अपने आशीषित किया बोल के कुഞ്ഞുങ്ങളെ धन्यवाद। जो കർത്താവ് पास्टर आगे आपकी അനുഗ്രഹിച്ചതിനായി प्रार्थना में मदद करेगा। धन्यवाद यीशु। धन्यवाद, हालेलुया। स्वर्गीय पिता, आज का सुंदर समय के लिए धन्यवाद करता है प्रभु। आज हमें आपने आशीष किया, अनुग्रह किया, इससे धन्यवाद। अच्छा गवाहियाँ सुनने के लिए आपने मौका दिया, इससे धन्यवाद। और जो प्रभु जी दान दशाम सब जो जिन्होंने डाला सबके लिए हम धन्यवाद करते हैं प्रभु जी। आशीष कर, अनुग्रह कर प्रभु जी। और प्रभु जी आपके वचन से हमें सिखाया, इसलिए धन्यवाद। आपके दास के लिए प्रार्थना करते हैं प्रभु। हालेलुया। जो कोई कार्यक्रम यहाँ पर हुआ सभी के लिए प्रभु धन्यवाद करता है। हालेलुया। इस हफ्ते में पूरा हमें सहायता कर, आगे हफ्ते तक हमें मदद कर प्रभु जी। प्रार्थना सुना इसलिए धन्यवाद। हमारे उद्धार करता यीशु मसीह का पवित्र नाम से मांगता है, आमीन। आशीर्वाद प्रार्थना के लिए हाथों को स्वर्ग को ओर बढ़ाइए। अनुग्रहकारी प्रभु, आशीष का स्रोता है तू, हम पर दया कर प्रभु, आत्मा से भर दो हमें। अनुग्रहकारी प्रभु, आशीष का स्रोता है तू, हम पर दया कर प्रभु, आत्मा से भर दो हमें। कृपा से, आत्मा से भर दो प्रभु हमको, दिन प्रतिदिन आपके आगमन तक संभालो पंखों तले। दिन प्रतिदिन आपके आगमन तक संभालो पंखों तले। हमेशा हम सबके साथ में होते रहेंगे। आमेन, आमेन, आमेन। बोलो प्रभु यीशु मसीह की हालेलुया, हालेलुया। वो सबको आशीषित करेगा। गॉड ब्लेस यू ऑल। हैव अ वंडरफुल टाइम। गॉड ब्लेस यू, गॉड ब्लेस यू।